ആലുവ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ആത്മാക്കളുടെ തീരമാണ്. ആലുവ പുഴയുടെ മണൽപ്പരപ്പുകളിൽ പുഴയോരത്ത് ഒരുപാട് ആത്മാക്കൾക്ക് നമ്മൾ കാലാകാലങ്ങളായിട്ട് ബലിയിട്ട് വരുന്നുണ്ട്. അസംഖ്യം മനുഷ്യാത്മാക്കൾ വിലയിച്ച് ചേർന്നിട്ടുള്ള ഒരിടമാണ്. അതുകൊണ്ട് ഈ പരിസരം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മനുഷ്യജീവിതം 70-80 വർഷം കൊണ്ട് അവസാനിച്ചു പോയി. ഒരു മുദ്രകളും ശേഷിപ്പിക്കാതെ, ഒരു വെളിച്ചവും ഭൂമിയിൽ നാട്ടാതെ മൺമറഞ്ഞു പോയ കോടിക്കണക്കിന് മനുഷ്യരുടെ ഒരിടം കൂടിയാണ് ആലുവ മണപ്പുറം. എൻ്റെ പ്രീ ഡിഗ്രി കാലം കഴിഞ്ഞ് ദീർഘമായ ഒരു കാലയളവിലേക്ക് ഡിപ്രഷൻ അഥവാ വിഷാദം, ഇപ്പോൾ അതൊരു ഓമന പദമാണ്. അന്ന് 30 വർഷങ്ങൾക്ക് മുമ്പ് അത് നമുക്കറിയില്ലായിരുന്നു എന്താണ് സാധനം. അങ്ങനെയൊക്കെ മാനസികമായ പ്രയാസങ്ങളിൽ അകപ്പെടുമ്പോൾ ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ പടവുകളിൽ വന്ന് ഒറ്റയ്ക്ക് ഇരിക്കുമായിരുന്നു. അതിന് കാരണം അവിടെ അധികം തിരക്കൊന്നുമില്ല. അതൊരു വിശിഷ്ടമായ സ്ഥലമാണെങ്കിലും അധികം ശല്യപ്പെടുത്തലില്ലാതെ ഏകാഗിയായിട്ടിരിക്കാൻ പറ്റുന്ന സ്ഥലം എന്നുള്ള നിലയ്ക്കാണ്. നമ്മുടെ ശാശ്വതികാനന്ദ ആ പടവിൽ വെള്ളത്തിൽ മുങ്ങി മരിച്ചിട്ടില്ല, അതിന് തൊട്ട് മുമ്പാണ്. പിന്നീടാണ് ഒരു മഹാ സന്യാസി അവിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്, മുങ്ങി മരിച്ചത് നിങ്ങൾക്കറിയാം. അന്ന് അവിടെ ഇരിക്കുമ്പോൾ കാണുന്ന ഒരു വിഷ്വൽ, ഒരു ദൃശ്യമെന്ന് പറയുന്നത് അക്കരെ ആലുവ പുഴയുടെ മഹാദേവൻ്റെ ഏകാന്തമായ ക്ഷേത്രമാണ്. ഞാനെപ്പോഴും ഓർമ്മിക്കും, അദൃശ്യരായിട്ടുള്ള ഒരു ശിവരാത്രി മഹോത്സവം, അദൃശ്യമായിട്ടുള്ള ശിവരാത്രി മഹോത്സവം ആ ഏകാന്തതയിലും അരങ്ങേറുന്നത് പോലെ എനിക്ക് തോന്നുമായിരുന്നു. അവിടെ വിജനമായിരിക്കും. നിങ്ങൾക്കറിയാവുന്ന പോലെ ഫെബ്രുവരിയിലോ മറ്റോ ആണ് ശിവരാത്രി വരുന്നത്. അല്ലാത്ത സമയങ്ങളിലെല്ലാം അവിടെ ഒരു മനുഷ്യൻ പോലും ഉണ്ടാവില്ല. ചില മേഞ്ഞു നടക്കുന്ന ഒറ്റപ്പെട്ട പശുക്കളോ അവിടെ മേത്തിരുന്ന് പ്രാണികളെ കൊത്തുന്ന കാക്കകളോ ഒഴികെ മറ്റാരും അവിടെ ഉണ്ടാവില്ല. എങ്കിലും ആ ശൂന്യതയിൽ, ആ നിശൂന്യതയിൽ, ആ വിജനതയിൽ മൺമറഞ്ഞു പോയ ഒരുപാട് ആത്മാക്കൾ തങ്ങളുടെ ജീവിതരേഖയായി ഭൂമിയിൽ ഒന്നും നാട്ടാനില്ലാതെ ഖേദിക്കുന്ന ആത്മാക്കൾ അഭയം കിട്ടാതെ അലയുന്ന കാഴ്ച എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കാണാറുണ്ടായിരുന്നു. അങ്ങനെ 10,000-കണക്കിനോ ലക്ഷക്കണക്കിനോ ആലുവക്കാരിൽ ഒരാളായിട്ട് മൺമറഞ്ഞു പോകേണ്ടി വരുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ഡിപ്രഷൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. അല്ലാതെ വീട്ടിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടോ പ്രേമിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റാതെ വന്നുകൊണ്ടോ ഒന്നുമല്ല. 17 വയസ്സുകാരനായ ഒരു കുട്ടിക്ക് ഡിപ്രഷൻ ഉണ്ടാവണമെങ്കിൽ ജീവിതത്തെപ്പറ്റി ഒന്നും അറിഞ്ഞു തുടങ്ങിയിട്ടില്ല. പക്ഷേ വായിച്ച പുസ്തകങ്ങളിൽ നിന്ന്, അറിഞ്ഞ മനുഷ്യരിൽ നിന്ന്, മഹത്വത്തെപ്പറ്റി ഞാൻ തന്നെ സങ്കല്പിച്ചെടുത്ത ചില ധാരണകളിൽ നിന്ന് നമുക്ക് മാറിപ്പോകേണ്ടി വരുമോ? എല്ലാ മനുഷ്യരെയും പോലെ, എൻ്റെ അച്ഛനെ പോലെ, എൻ്റെ അച്ചാച്ചനെ പോലെ, എൻ്റെ അമ്മയെ പോലെ, എൻ്റെ മുത്തശ്ശിയെ പോലെ, എൻ്റെ കുടുംബ പരമ്പരയിലെ അതുപോലെ ആയിരക്കണക്കിന് സാധാരണ മനുഷ്യരെ പോലെ ഒടുങ്ങിപ്പോകേണ്ടി വരുമോ എന്നുള്ള ഖേദമായിരുന്നു എന്നെ ഡിപ്രഷനിലേക്ക് നയിച്ചത്. ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും ഒന്നിച്ചെടുത്ത് പഠിച്ചു എന്ന് പറയുന്നത് കേമത്വം പറയാനല്ല, ഒരു കുട്ടിയുടെ ആ മാനസികാവസ്ഥയെപ്പറ്റി നിങ്ങളെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയാണ്. എറണാകുളം സെൻറ് ആൻഡ്രൂസ് കോളേജിൽ സെക്കൻഡ് ഗ്രൂപ്പിന് ചേരുകയും ഫസ്റ്റ് ഗ്രൂപ്പിന് ആലങ്ങാട് നമ്മുടെ വർഗീസ് സാറിൻ്റെ പാരലൽ കലാലയത്തിൽ പോയി ഫസ്റ്റ് ഗ്രൂപ്പ് പഠിക്കുകയൊക്കെ ചെയ്ത ആളാണ്. സ്കൂളിൽ പടിഞ്ഞാറക്കടുത്തൊരു ഗവൺമെൻറ് സ്കൂളിൽ ഫസ്റ്റായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടും ഡോക്ടർ ഓർ എഞ്ചിനീയർ, either ഡോക്ടർ ഓർ എഞ്ചിനീയർ എന്നുള്ള ആ ഭ്രാന്ത് മലയാളികളുടെ ഇടയിൽ തുടങ്ങുന്ന കാലമാണ്. മിടുക്കനാവണമെങ്കിൽ ഒന്നുകിൽ ഡോക്ടറാവണം, അല്ലെങ്കിൽ എഞ്ചിനീയറായി കാണിച്ചു കൊടുക്കണം നാട്ടുകാർ. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇന്ന ബിടെക്കിന് പഠിക്കുകയെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ MBBSന് തൃശ്ശൂരോ കോഴിക്കോടോ ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മിടുക്കനാണെന്നാണ്. ബാക്കി നമ്മൾ വേറെ ഏതെങ്കിലും ക്ലാസ് പറഞ്ഞാൽ പാവം എന്ന് പറഞ്ഞിട്ട് അച്ഛനമ്മമാർക്ക്, എൻ്റെ അച്ഛനമ്മമാർക്ക് അങ്ങനെ അതിനകത്തൊന്നും പൊങ്ങച്ചം കാണിക്കുന്ന ആളുകളല്ലെങ്കിൽ പോലും എൻ്റെ സ്വന്തം പുഴയ്ക്ക് രൂപപ്പെട്ടു വന്നിരുന്ന ഈ പുതിയ സമ്പ്രദായത്തിലേക്ക് സ്വയം സമർപ്പിച്ചുകൊണ്ട് ഞാനും അതൊക്കെ പഠിക്കാൻ ശ്രമിച്ച ആളാണ്. പക്ഷേ ഭാഗ്യവശാലോ മലയാള ഭാഷയുടെ നിർഭാഗ്യവശാലോ ഞാൻ അതിലൊന്നും വലിയ കേമനായില്ല. പിന്നെ മലയാളത്തിലേക്ക് തിരികുകയും മലയാളം പഠിക്കുകയും ഒക്കെ ചെയ്തതാണ്. ഞാനിവിടെ പറയാൻ കാരണം, ആ പ്രായത്തിൽ ഒരു 18 വയസ്സിൽ
സ്വയം നിർണ്ണയിക്കുവാനുള്ള ആഗ്രഹം, സ്വന്തം പാത വെട്ടിത്തുറക്കുവാനുള്ള അല്ലെങ്കിൽ ആർത്തിയൊക്കെ ഉണ്ടായി മലയാള സാഹിത്യം പഠിക്കുകയും വഴിമാറി വരികയൊക്കെ ചെയ്ത ആളാണ്. ഇവിടെ നീതു മോഹൻദാസ്, ആ പേരിലൊരു സിനിമാ താരമുണ്ടോ? അത് ഗീതു മോഹൻദാസ് എന്നാണ്. നീതു മോഹൻദാസ്, എനിക്ക് സിനിമാക്കാരെ പറ്റി വലിയ വിവരമില്ല, അതൊന്നും തെറ്റിപ്പോയതാണ്. നീതു മോഹൻദാസ് ബിസിനസ് മാനേജ്മെൻറ്റിലാണ് തൻ്റെ ബിരുദവും ഡിപ്ലോമയൊക്കെ എടുത്തിട്ടുള്ളതെന്ന് അതിൻ്റെ ബയോഡാറ്റയിൽ ഞാൻ വായിച്ചു. അങ്ങനെ ഇതരമായിട്ടുള്ള മറ്റൊരു മേഖലയിൽ തൻ്റെ പഠനം ആരംഭിക്കുകയും അതിൽ മികച്ച വിജയം കരസ്ഥമാക്കുകയും അതിൽ തന്നെ തൻ്റെ ഉപജീവനമാർഗം കണ്ടെത്തുകയൊക്കെ ചെയ്ത ഒരാൾ ഒരു പുസ്തകം എഴുതാൻ ആഗ്രഹിക്കുന്നു. ഇംഗ്ലീഷിലും മലയാളത്തിലും, ഇംഗ്ലീഷിലല്ലേ ആദ്യം എഴുതി, ഇംഗ്ലീഷിലെ കവിതകളും മലയാളത്തിൽ ഇപ്പോൾ നോവലും ഒക്കെ എഴുതാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ സ്വന്തം മുദ്രയെ സ്വന്തം ഭാഷയിൽ ടെൻസിങ്ങും എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റിൻ്റെ മുകളിൽ ഒരു പതാക നാട്ടിയതുപോലെ, ചന്ദ്രനിൽ നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൾഡ്രിനും ഒരു പതാക നാട്ടിയതുപോലെ തൻ്റെ ഭാഷയുടെ ശിഖരത്തിൽ തൻ്റെ പേരിനെ നാട്ടുവാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സിൽ നിന്നുണ്ടായതാണ് ഈ ഉദ്യമം എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വെറുതെ ഒരു ജോലി ചെയ്തും കൂലി വാങ്ങിച്ചും വീട് വെച്ചും കാറ് വാങ്ങിയും അതിന് ലോൺ അടച്ചും മക്കളെ വളർത്തിയും അവരെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തും ഒക്കെ പതിനായിരക്കണക്കിന് ആളുകൾ മരിച്ചു പോയതുപോലെ ജീവിച്ച് മരിച്ചു പോകേണ്ടതല്ല സ്വന്തം ജീവിതം എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഒരാൾ ഒരു കഥ എഴുതണമെന്ന് ആഗ്രഹിക്കുന്നത്, മറ്റൊരാളൊരു ചിത്രം വരയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, വേറൊരാളൊരു പാട്ട് പാടണം എന്നിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. പലരും ഫേസ്ബുക്കിലാണെങ്കിൽ പോലും തൻ്റെ ഉണ്മയെ നാട്ടുവാനുള്ള ഒരു ഉപകരണമായിട്ട് അക്ഷരങ്ങളെ സ്വീകരിക്കുന്നത് അങ്ങനെയൊക്കെയാണ്. എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായിട്ട്, എല്ലാവരെയും പോലെ ജീവിക്കാതെ, എല്ലാവരെയും പോലെ മരിക്കാതെ എനിക്ക് എൻ്റേതായൊരു കർമ്മപന്ഥാവ് ഉണ്ട് എന്ന് തിരിച്ചറിയുന്ന ഒന്നാണ്. റെനൈസൻസിൻ്റെ കാലത്ത് യൂറോപ്പിൽ അലയടിച്ചിരുന്ന ആ മുദ്രാവാക്യം ഈ ലഭിച്ചിരുന്നൊക്കെ ഓർമ്മയുണ്ടാവും. ഐ മെ നോട്ട് ബി ബെറ്റർ ദാൻ യു ബട്ട് ഐ ആം ഡിഫറൻറ്റ് എന്നാണ്. ഞാൻ നിങ്ങളെക്കാൾ കേമനൊന്നും ആയിരിക്കില്ല, പക്ഷെ ഞാൻ നിങ്ങളെക്കാൾ വ്യത്യസ്തനാണ് എന്നുള്ളതാണ്. ഈ വ്യത്യസ്തത നമ്മളെ ഒരു എഴുത്തുകാരനാക്കുവാൻ, ഒരു കലാകാരനാക്കുവാൻ, ഒരു സംഗീതജ്ഞനാക്കുവാനൊക്കെ ത്വരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. വ്യതിരിക്തനായിരിക്കുവാൻ, വ്യത്യസ്തനായിരിക്കുവാൻ, ഞാൻ നിങ്ങളെപ്പോലെ അല്ല എന്ന് ധൈര്യപൂർവ്വം പറയാൻ ഒരു ആർജവം ഉണ്ടാവും. പ്രധാനമാണ്. എളുപ്പം ആൾക്കൂട്ടത്തിൽ കയറി ഒളിച്ചിരിക്കുക. ഗ്രിഗേറിയസ്നെസ് ഈസ് ദ ലാസ്റ്റ് ഷെൽട്ടർ ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്ന് പറയും. ഈ ആൾക്കൂട്ടം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അവസാനത്തെ അഭയമാണ്. കാരണം എൻ്റെ ജാതിയുടെ കൂട്ടത്തിൽ, എൻ്റെ മതത്തിൻ്റെ കൂട്ടത്തിൽ, എൻ്റെ സർവീസ് സംഘടനയുടെ കൂട്ടത്തിൽ, എൻ്റെ അലൂമിനി അസോസിയേഷൻ്റെ കൂട്ടത്തിൽ, എൻ്റെ നാട്ടിലെ റെസിഡൻസ് അസോസിയേഷൻ്റെ സംഘബലത്തിൽ, അങ്ങനെ പലതരത്തിലുള്ള സംഘങ്ങളിൽ ചേർന്ന് നിൽക്കാൻ എളുപ്പമാണ്. നമുക്ക് ഒളിച്ചിരിക്കാൻ സാധിക്കും. നമ്മുടെ മുഖം ഒന്നും കാണിക്കാതെ നമ്മൾ സുഭദ്രരായിട്ടിരിക്കും. നമ്മളെപ്പറ്റി വലിയ വിണ്ടലില്ലാതെ ആ കൂട്ടത്തിൽ പെട്ടുപോകും. പക്ഷേ അവിടെ നിന്ന് മാറി ഈ കൂട്ടത്തിൽ, നിങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന എന്നെ പോലെയല്ല നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് എഴുന്നേറ്റ് നിങ്ങളെ അഭിമുഖീകരിച്ച് നിൽക്കുന്ന ഞാൻ എന്ന് മേക്കിന് മുമ്പിൽ നിന്നിട്ടുള്ള ഓരോരുത്തർക്കും അറിയാൻ സാധിക്കും. നമ്മളവിടെ സുരക്ഷിതരായിട്ടിരിക്കും. വേണമെങ്കിൽ എൻ്റെ പ്രസംഗത്തെ പറ്റിയോ എൻ്റെ വാചാലതയെ പറ്റിയോ എൻ്റെ ഡിക്ഷനെ പറ്റിയോ ഒക്കെ വിമർശിക്കാൻ പോലും സാധിക്കും. അനിഷ്ടകരമായിട്ടുള്ള ഒരു പ്രയോഗം ഞാൻ പ്രയോഗിച്ചാൽ അവിടെ നിന്ന് കൂവാൻ വരെ സാധിക്കും. ആൾക്കൂട്ടത്തിനിടയിൽ മുഖമില്ലാതിരുന്ന് കൂവാൻ സാധിക്കും. ആൾക്കൂട്ടത്തിന് അങ്ങനെ ഒരു സാധ്യതയുണ്ട്. പക്ഷേ എതിരെ നിൽക്കുമ്പോൾ ഒരു വലിയ സംഘത്തെ, സമൂഹത്തെ അഭിസംബോധന ചെയ്ത് നിൽക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ആത്മബലം ഒരാൾക്ക് ആവശ്യമുണ്ട്. അത്തരം ആത്മബലം നേടിയ ഒരാൾക്ക് മാത്രമേ ഒരു കഥ എഴുതാനോ ഒരു നോവൽ എഴുതുവാനോ ഒരു ചിത്രം വരയ്ക്കുവാനോ തുനിയാൻ സാധിക്കുള്ളൂ. അതിനകത്ത് എത്രമാത്രം വിജയിച്ചു, എത്രമാത്രം കേമനായി അല്ലെങ്കിൽ കേമിയായി എന്നുള്ളത് വേറൊരു കാര്യമാണ്. അത് അതിൻ്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പരിഗണനയിൽപ്പെടുന്ന കാര്യമാണ്. പക്ഷെ അതിനകത്തേക്ക് തുനിയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മറ്റുള്ളവരുടെ മുമ്പിൽ ആളായി കാണുവാനുള്ള ത്വര കൊണ്ടല്ല പ്രധാനപ്പെട്ട. അതാണ് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം. ഒരു എഴുത്തുകാരനായി എന്ന മട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള മഹത്വം സ്വയം ആരോപിക്കുവാനോ അടിച്ചേൽപ്പിക്കാനോ ശ്രമത്തിൻ്റെ ഭാഗമല്ല ഇതൊന്നും. ഈ സർഗാത്മകത എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒന്നേ അല്ല. ഒരു ക്ഷുദ്രമായ കീടം
ഒരു മിന്നാമിന്നി എന്ന് പറയുന്ന ഒരു ക്ഷുദ്രകീടം അതിന് ഇരുട്ടിൽ ഇണ ചേരണമെങ്കിൽ, അതിൻ്റെ ഇണയെ കണ്ടെത്തണമെങ്കിൽ, തിരിച്ചറിഞ്ഞ് അതിനെ ക്ഷണിക്കണമെങ്കിൽ വെളിച്ചം കൂടിയേ കഴിയൂ എന്നുള്ള ഒരു തീരാ ബാധ്യതയിൽ നിന്നാണ് യുഗങ്ങൾ നീളുന്ന ധ്യാനത്തിലൂടെ ആ ചെറിയ പ്രാണി തൻ്റെ പൃഷ്ഠത്തിൽ ഒരു ഞെക്കുവിളക്ക് മെല്ലിച്ചെടുത്തത്. അതിജീവിക്കുവാനുള്ള ത്വരയാണ്. അതിജീവനം എന്ന് പറഞ്ഞാൽ മറ്റുള്ള എല്ലാ പ്രാണികൾക്കും ജന്തുക്കൾക്കും സന്തതികളെ ഉണ്ടാക്കുക മാത്രമാണ്. മനുഷ്യരിൽ മാത്രമാണ് ഈ അതിജീവനം എന്ന് പറഞ്ഞാൽ മക്കളെ ഉണ്ടാക്കുന്നതിനപ്പുറം ഈ സർഗാത്മകതയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സർഗസൃഷ്ടിയെ സൃഷ്ടി എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അയാളൊരു സൃഷ്ടാവാണ് എന്ന് പറയുന്നു. അവൻ്റെ കലാസൃഷ്ടി നോക്കൂ എന്ന് പറയുന്നു. ഇവളുടെ സാഹിത്യ സൃഷ്ടി കണ്ടോ എന്ന് ചോദിക്കുന്നു. അവിടെ എല്ലാം സൃഷ്ടി എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ജന്തുക്കളുടെ സൃഷ്ടി പോലെയല്ല. പൂച്ചയ്ക്കും പുലിക്കും കടുവയ്ക്കും ആനയ്ക്കും സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട്. എന്തിനാണ് അവർ സൃഷ്ടിക്കുക? അവരുടെ റെപ്ലിക്കകളെ മാത്രമാണ്. അവരുടെ അതേ ഛായയിലുള്ള റെപ്ലിക്കകളെ സൃഷ്ടിച്ചു തള്ളിക്കൊണ്ട് അതിൻ്റെ ഒരു തുടർക്കണ്ണി ചമച്ചുകൊണ്ട് ആണ് അവർ അവരുടെ ജീവിതത്തിൻ്റെ അതിജീവനം പ്രകടമാക്കുന്നത്. എൻ്റെ പ്രാണൻ, എൻ്റെ വിത്തുകോശങ്ങൾ വരും കാലത്തേക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കണമെന്നുള്ള എല്ലാ പ്രാണികളുടെയും പ്രാഥമികമായ ചോദന അവർ പ്രകൃതിയിൽ അരങ്ങേറ്റുന്നത് ഈ സന്തതി ഉൽപ്പാദനം കൊണ്ടാണ്. അതാണ് പ്രാഥമികമായ സൃഷ്ടി എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയുള്ള സൃഷ്ടിക്ക് തടസ്സം നേരിടുന്ന ഒരു ജന്തുവിനെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. മിന്നാമിന്നി എന്ന് പറയും, നമ്മളെല്ലാവരും ദിവസം കാണുന്ന ആ ചെറിയ കീടം. അതിന് സൃഷ്ടിക്കണമെങ്കിൽ, അതിജീവിക്കണമെങ്കിൽ, തൻ്റെ സന്തതിയെ ഭൂമിയിലേക്ക് പ്രക്ഷേപിച്ചിട്ട് മരിച്ചു പോകണമെങ്കിൽ ഇണയെ കണ്ടെത്തിയേ തീരും. അങ്ങനെ ഇണയെ കണ്ടെത്തുവാൻ വേണ്ടി രാത്രികാലങ്ങളിലാണ് അത് ഇണയെ തേടി നടക്കുക. അപ്പോൾ അതിന് വെളിച്ചം ആവശ്യമായതുകൊണ്ട് തോമസ് ആൽവ എഡിസൺ നമ്മളീ കാണുന്ന വിളക്കുകളുടെയൊക്കെ പൂർവികനെ കണ്ടുപിടിക്കുന്നതിന് എത്രയോ യുഗങ്ങൾക്ക് മുമ്പ് ആൽവ എഡിസനെ പറ്റി കേട്ടിട്ട് പോലുമില്ലാത്ത ക്ഷുദ്ര കീടം തൻ്റെ പൃഷ്ഠത്തിൽ, തൻ്റെ ചന്തിയിൽ ഒരു ഉഗ്രൻ വിളക്ക് സൃഷ്ടിച്ചെടുത്തു സ്വന്തം നിലയ്ക്ക്. അത് ഭൂമിയിലെ അത്ഭുതകരമായ സൃഷ്ടികർമ്മങ്ങളിലെ പ്രധാനപ്പെട്ടതാണ്. സ്വന്തം സന്തതിയെ സൃഷ്ടിക്കുന്നത് കഴിഞ്ഞാൽ ഭൂമി കണ്ട ഏറ്റവും അത്യത്ഭുതകരമായിട്ടുള്ള സൃഷ്ടികളിലൊന്ന് ഈ മിന്നാമിന്നി എന്ന് പറയുന്ന ഈച്ചയെ പോലെയോ കൊതുകിനെ പോലെയുള്ള ക്ഷുദ്രകീടം കണ്ടെത്തിയ ഈ ഞെക്കുവിളക്കാണ്. കടലിൻ്റെ അടിയിൽ ഇലക്ട്രിക് ഈൽ എന്ന് പറയുന്ന ഒരു മത്സ്യമുണ്ട്. ഈൽ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ആരൽ എന്ന് പറയുന്ന മത്സ്യമാണ്. നമ്മൾ ആരൽ മത്സ്യം എന്ന് പറയുന്നത്. അതിൻ്റെ ശരീരത്തിൽ ഭൂമിയിലാണെങ്കിൽ ഒരു കുതിരയെ ഷോക്കടിപ്പിച്ച് കൊല്ലാൻ പാകത്തിനുള്ള ഇലക്ട്രിസിറ്റി, വൈദ്യുതി അത് ആർജിച്ചിരിക്കുന്നു എന്നാണ് സയൻറ്റിസ്റ്റുകൾ പറയുന്നത്. കുതിരയെ കൊല്ലുക എന്ന് വെച്ചാൽ ഭീകരമായ എനർജി വേണം. നമ്മൾ കുതിരശക്തി, ഹോഴ്സ് പവർ എന്നാണ് ചില ഉപകരണങ്ങളുടെ ശക്തിയെപ്പറ്റി അളക്കുമ്പോൾ പറയുക. അത്യധികം ശക്തമായ ഒന്നിനെയാണ് നമ്മൾ കുതിരശക്തി എന്ന് പറയുക. അപ്പോൾ പാമ്പിനെ പോലെ ഇരിക്കുന്ന, എന്നാൽ പാമ്പിനെ പോലെ വിഷപ്പല്ലോ മറ്റ് ഉരകങ്ങളെ പോലെ കയ്യോ കാലോ ഇല്ലാത്ത വളരെ പാവപ്പെട്ട ഈ ഈൽ എന്ന് പറയുന്ന മത്സ്യത്തിന്, ആഴങ്ങളിൽ താമസിക്കുന്ന മത്സ്യത്തിന്, അഥവാ ഏതെങ്കിലും ശത്രു അതിനെ ഉപദ്രവിക്കാൻ വന്നാൽ, ശാന്തജീവിയാണ്, പക്ഷേ അതിനെ ഉപദ്രവിക്കാൻ വന്നാൽ അതിനെ അതിജീവിക്കണം എന്നുള്ള ത്വര കൊണ്ട് തനിക്ക് ജീവിക്കണമെന്നും തൻ്റേതായ സ്വന്തം സൃഷ്ടികളെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് തനിക്ക് മരിക്കാനാവൂ എന്നും പറഞ്ഞുകൊണ്ട് ആ ഇലക്ട്രിസിറ്റി അതിൻ്റെ ശരീരത്തിൽ അത് സംഭരിച്ചിരിക്കുന്നുവെന്ന് സയൻസ് നമ്മളോട് പറയാം. ഞാൻ പറഞ്ഞ ഈ രണ്ട് ഉദാഹരണങ്ങളും സയൻസിൻ്റെ ഉദാഹരണമാണ്. ഞാൻ പ്രീ ഡിഗ്രി സയൻസ് പഠിച്ചുകൊണ്ട് എനിക്ക് കിട്ടിയ ആകെ മെച്ചതാണ്. കുറച്ച് സയൻസ് മനസ്സിലാവും, അതിൻ്റെ ഉള്ളിൽ ദൈവികതയും മനസ്സിലാവും. വാസ്തവത്തിൽ ദൈവികത ഇവിടെ ശാസ്ത്രീയ നാമത്തിൻ്റെ പേരാണ് ഈ സയൻസ് എന്ന് പറയുന്നത്. ദൈവികത എന്ന് പറയുന്ന ഒരാശയത്തിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് ഈ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സവിശേഷത, അതിജീവിക്കുവാനുള്ള ഈ സവിശേഷത മനുഷ്യരിലും മാത്രമല്ല സാധാരണ കീടങ്ങളിലും മത്സ്യങ്ങളിലും വരെ ഉണ്ടെന്ന് പറയുകയായിരുന്നു ഞാൻ. എന്നാൽ ആ സവിശേഷത മനുഷ്യനിൽ ആവേശിക്കുമ്പോൾ അവൻ ഈ പരദൂഷണം പറയുന്ന അതേ തൊണ്ട കൊണ്ട് പാട്ട് പാടാൻ തുടങ്ങും. അവൻ ഈ ഊമക്കത്ത്, അവഖ്യാതി നിറഞ്ഞ ഊമക്കത്ത് എഴുതുന്ന അതേ കൈ കൊണ്ട് ഒരു കവിതയോ കഥയോ എഴുതാൻ തുടങ്ങും. അവൻ നാട്ടുകാരെ കല്ലെറിയുന്ന അതേ കല്ലിൽ ഒരു പക്ഷേ ഒരു ചെറിയ ശില്പം കൊത്തി വീടിൻ്റെ ഉമ്മർത്ത് വയ്ക്കും. ഇത് നിങ്ങളെക്കാൾ എനിക്കുള്ള അധികമായിട്ടുള്ള സർഗാത്മകതയാണ്, ഞാനങ്ങനെ എളുപ്പം മരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് പ്രായഗണന കൊണ്ടല്ല. ഇപ്പോൾ മനുഷ്യനാമുഖം എന്ന് പറഞ്ഞ് ഞാൻ നോവൽ ഗീത ടീച്ചർക്കൊക്കെ അറിയാം. നീതു അത് വായിച്ചിട്ടില്ല എന്നാണ് എൻ്റെ വായിച്ചിട്ടുണ്ട് ഭാഗ്യം. വായിക്കുന്ന രണ്ടുപേരെ കിട്ടി എനിക്ക്.
അതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ആശയം അതാണ്. പൂർണ്ണ വളർച്ച എത്തും മുമ്പ് മരിച്ചു പോകുന്ന ഒരേ ഒരു ജീവിയാണ് മനുഷ്യൻ എന്നാണ് എൻ്റെ ഒരു അശോകേട്ടൻ പോകുന്നതിനെ കൊണ്ട് ഒപ്പിടിച്ചു. ഇവിടെ അശോകേട്ടൻ എവിടെ ഇരുന്ന് എൻ്റെ ആ പുസ്തകം ഒപ്പിട്ട് സന്തോഷം തോന്നി. എവിടെയും അതുണ്ടല്ലോ, ആളുകളത് വായിക്കുന്നുണ്ടല്ലോ എന്നാണ്. ഈ പൂർണ്ണ വളർച്ച എത്തും മുമ്പ് മരിച്ചു പോകുന്ന ഒരേ ഒരു ജീവിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത് അസംബന്ധമല്ലേ എന്ന് ചില നിരൂപകരെങ്കിൽ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതൊരു മണ്ടത്തരാണ്. പൂച്ചയും എലിയൊക്കെ ചാവുന്ന പോലെ മനുഷ്യനും പൂർണ്ണ വളർച്ചയെത്തി 80-90 വയസ്സ് വെച്ചിട്ടല്ലേ മരിക്കുന്നത്, പിന്നെ വണ്ടി ഇടിച്ച് ചാവുന്നതിനെ പറ്റിയാണ് നിങ്ങൾ പറഞ്ഞത്. അതല്ല, മനുഷ്യൻ്റെ ഇതര ജീവികളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സർഗാത്മകമായ പൊട്ടൻഷ്യൽ മനുഷ്യൻ്റെ കാര്യത്തിൽ നമ്മൾ പൂർണ്ണമായിട്ടും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് നമ്മൾ പ്രായഗണന കൊണ്ടല്ല മനുഷ്യൻ്റെ മഹത്വത്തെ അളക്കേണ്ടത്, അവൻ്റെ സർഗപരമായിട്ടുള്ള അധിക യോഗ്യതകൾ കൊണ്ടാണ് നമ്മൾ മനുഷ്യരെ അളക്കുന്നത്. അതുകൊണ്ടാണ് 27 വയസ്സിൽ മരിച്ചുപോയ VC ബാലകൃഷ്ണ പണിക്കരെ നമ്മളിന്നും ബഹുമാനത്തോടെ ഓർമ്മിക്കുന്നത്. അതുകൊണ്ടാണ് ഇടപ്പള്ളി രാഘവൻപിള്ള എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഒരു വേദനയുടെ മണിനാദം പതുക്കെ ഉണർന്നു വരുന്നത് അതുകൊണ്ടാണ്. ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ എന്നേക്കാൾ ഇളയ മനുഷ്യനാണ് എന്ന് നിങ്ങൾ ഓർമ്മിക്കേണ്ടതുണ്ട്. എത്രയോ വയസ്സ് എളുപ്പമാണ് ചെങ്ങമ്പുഴ കൃഷ്ണപിള്ളയ്ക്ക്. കുമാരനാശൻ എന്നേക്കാൾ 2-3 വയസ്സിന് മുമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴത്തെ എന്നേക്കാൾ നമ്മൾ പറയുന്ന അസംഖ്യം അതിഗംഭീരന്മായ ഷെല്ലി, കീറ്റ്സ്, ബൈറൺ തുടങ്ങിയ വിദേശ കവികൾ, നമ്മുടെ നാട്ടിലെ പത്മരാജൻ തുടങ്ങിയ മഹാപ്രതിഭന്മാരായിട്ടുള്ള ചലച്ചിത്രകാരന്മാർ, ഇവരെല്ലാവരും 46, പത്മരാജൻ മരിക്കുമ്പോൾ 46 വയസ്സായിരുന്നു പ്രായം. ആലോചിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ പത്മരാജൻ മരിച്ചപ്പോൾ അവർക്ക് ജീവിതം കൂട്ടിനുണ്ട്. സംഘർഷ സങ്കുലമായിട്ടുള്ള ഒരു ജീവിതം, അതിജീവനത്തിൻ്റേതായ ഒരു ജീവിതം അവർക്ക് പറയാനുണ്ടാവും. അവർക്ക് നേരത്തെ ഫുൽമോനി കോരുണ എന്ന കഥ പറഞ്ഞതുപോലെ തങ്ങൾ പഠിച്ചെടുത്ത ഈ പുതിയ ഭാഷയിൽ, കേരളം എന്ന് പറയുന്ന ഈ പുതിയ ഭൂമികയിൽ തങ്ങളുടെ സംഘർഷബദ്ധമായിട്ടുള്ള ജീവിതം ആവിഷ്കരിക്കാനുള്ള കൊതി തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം അതാണ് എല്ലായിടത്തും സാഹിത്യം ചെയ്തിട്ടുള്ളത്. ഇത് എനിക്ക് എഴുതി വെക്കണം, എൻ്റെ അതിജീവനത്തിൻ്റെ കഥ എനിക്ക് എഴുതി വെക്കണം എന്നുള്ള തോന്നലുണ്ടാവുകയും നമ്മളെക്കാൾ കൂടുതൽ മലയാളത്തെ സ്നേഹിക്കാൻ അവർ നിർബന്ധിതരായിത്തീരുകയും അവരങ്ങനെ മഹത്തായിട്ടുള്ള ചെറുകഥകളും നോവലുകളും എഴുതും എന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കാറുണ്ട്. ഇതിൻ്റെ ചെറുക്കൊക്കെ അത് ഓർത്തു വയ്ക്കാവുന്നതാണ്. 10 വർഷം കഴിയുമ്പോൾ സുഭാഷ് ചന്ദ്രൻ ഇല്ലെങ്കിലും ഭൂമിയിൽ ടീച്ചറിന് അന്നൊരു അവാർഡ് കിട്ടുന്ന വാർത്ത വായിക്കുകയും ഇതയാൾ നേരത്തെ പറഞ്ഞല്ലോ എന്ന് ഓർത്തു വയ്ക്കാവുന്നതാണ്. കാരണം അത്രയും ഭാഷയോട് ബഹുമാനമില്ലാത്ത, ഭാഷ അറിയില്ല എന്ന് പറയുന്നതിൽ കേമത്വം വിചാരിക്കുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. നിരക്ഷരരുടെ നവകേരളം പുലർന്നിരിക്കുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞാലും സ്വന്തം പേര് പോലും എഴുതാൻ സാധിക്കാത്ത ഒരു തലമുറ, ഒരു വാചകം പോലും തെറ്റില്ലാതെ പറയുവാനോ എഴുതുവാനോ കഴിയാത്ത ഒരു തലമുറ ഇവിടെ ഉണ്ടായി വന്നിട്ടും നമുക്ക് ആർക്കും അതിനകത്ത് ഒരു കുണ്ഠിതമില്ല. നമ്മൾ അതിനെപ്പറ്റി ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് നമ്മൾ വിചാരിക്കുന്ന പോലുമില്ല. അവൻ ഇംഗ്ലീഷ് അറിയാലോ, എൻ്റെ കുഞ്ഞ് കമ്പ്യൂട്ടർ കിട്ടിയ വിടില്ല, അവൻ അതുമ്പോൾ തന്നെ എന്താ കളിക്കുന്നതെന്ന് അഭിമാനത്തോടെ പറയുന്ന അച്ഛനമ്മമാർക്ക് എൻ്റെ കുഞ്ഞിന് സ്വന്തം അച്ഛൻ്റെ പേരോ അമ്മയുടെ പേരോ തെറ്റാതെ മലയാളത്തിൽ എഴുതുവാൻ അറിയില്ല എന്ന് പറയുന്നത് ഒരു ലജ്ജയും ഉളവാക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ ശോചനീയമായിട്ടുള്ള ഒരു പരിതസ്ഥിതിയിലാണ് നമ്മൾ മലയാളികളെ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. ഇതിന് കാരണങ്ങൾ പലതുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അധികാരത്തിലിരിക്കുന്ന ആളുകൾക്ക് മഹത്വത്തിൻ്റെ ഒരു എലമെൻറ്റ് വേണം എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. നമ്മളെ ഭരിക്കുന്ന ആളുകൾക്ക് എല്ലാ ലോകത്തും എല്ലാ കാലത്തും ഭരിക്കുന്ന ആളുകൾക്ക് അവർ വെറുതെ ഒരു പൊളിറ്റിക്കൽ നേതാവ് മാത്രമായിരുന്നാൽ പോരാ. അവർക്ക് എന്തെങ്കിലും ഒരു മഹത്വത്തിൻ്റെ, ഗ്രേറ്റ്നെസ്സിൻ്റെ ഒരു എലമെൻറ്റ് അവരുടെ ആത്മാവിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെ സമഗ്രമായിട്ട് നോക്കിക്കാണുവാനും ഭാവിയിലേക്കുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ മുത്തശ്ശന്മാർ നമ്മുടെ തൊടികളിൽ മാവുകളും പ്ലാവുകളും തേക്കുകളും നട്ടിരുന്നത് അവർക്ക് വിറ്റ് തിന്നാം എന്ന് വിചാരിച്ചിട്ടല്ല. ഒരുപക്ഷെ തങ്ങൾ ഒരിക്കലും കാണുകയില്ലാത്ത തൻ്റെ പേരക്കുട്ടികൾക്ക് ഭാവിയിൽ ഈ മാമ്പഴം മധുരിച്ചേക്കും, ഈ തേക്ക് അവരുടെ വീടിൻ്റെ കട്ടളയായേക്കും, ഈ പ്ലാവിൽ നിന്ന് കിട്ടുന്ന വരിക്കച്ചക്കയുടെ രുചി ഓർക്കുമ്പോൾ തങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആ മുത്തശ്ശന് അല്ലെങ്കിൽ മുത്തശ്ശിക്ക് ഒരു നമസ്കാരം പറഞ്ഞേക്കുമെന്നൊരു നല്ല ചിന്തയാണ് അവരുടെ മനസ്സിലുള്ളത്. അവർക്കതിൽ നിന്ന് ഫലം കൊയ്യാനല്ല. എന്നാൽ നമ്മളിന്നത് നടാത്തത്, നമ്മുടെ നേരെ ഷെയർ മാർക്കറ്റ് നിക്ഷേപിച്ചിട്ട് ദിവസവും കമ്പ്യൂട്ടർ നോക്കിയിട്ട് എത്ര മുതൽ കയറി, നിഫ്റ്റി എത്ര കയറി, എന്താണ് ബുൾഡോഗ്, എന്താ പറയുക, കരടി എത്ര പൊന്തി, മറ്റവൻ എത്ര താന്നു എന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നമുക്ക് തന്നെ തിന്നാനുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ തിന്നിട്ടേ പോകും, എൻ്റെ അധ്വാനം ഞാനിവിടെ ആസ്വദിച്ച് ആഘോഷിച്ചിട്ടേ പോകുള്ളൂ, വേറൊരാളെയും ഞാൻ സമ്മതിക്കില്ല എന്ന് സ്വയം വിചാരിക്കുന്ന ഒരു തലമുറയിലേക്ക് നമ്മൾ മാറിയത് വളരെ പ്രധാനപ്പെട്ട
അപലപനീയമായിട്ടുള്ള ഒരു മാറ്റമാണ്. ഭൂതകാലത്തിലെ ആളുകളെ റെസ്പെക്റ്റ് ചെയ്യാതിരിക്കുന്നത് മറ്റൊരു മാറ്റമാണ്. ഇങ്ങനെ പറഞ്ഞു തുടങ്ങി ഞാൻ ഒരുപാട് സമയം പ്രസംഗിക്കേണ്ടി വരും. അതുകൊണ്ട് ഇത് ചുരുക്കത്തിൽ പറയാം. അങ്ങനെ പലതരത്തിലുള്ള അപജയങ്ങൾ നമ്മുടെ വീട് വയ്ക്കുമ്പോൾ നമ്മുടെ മരിച്ചുപോയ അച്ഛൻ്റെയോ മുത്തച്ഛൻ്റെയോ പടം ഒന്നാം മുറിയിൽ പൂമുഖത്ത് വച്ചിരുന്നൊരു കാലം നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. പുസ്തകങ്ങളുടെ പുസ്തകമായിരിക്കില്ല, ദൂരെ നോക്കിയ പുസ്തകം വലിയ തടിച്ച പുസ്തകങ്ങളാണ് തോന്നുന്നത്. അപ്പോൾ ഈ മൂന്നാമത്തെ നിലയിൽ ചെന്നപ്പോൾ അവിടെ ഒരു മുറിയിൽ അത് അടച്ചു കിടക്കുന്നു. ഞാൻ പറഞ്ഞു അതുകൂടി കാണാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ തുറന്നപ്പോൾ ഈ വിൻഡോയുടെ ചേർത്തുണ്ടാക്കി ഇരിപ്പിടത്തിൽ ഒരു പ്രായം ചെന്ന ഈ പഴയ അച്ഛൻ, എനിക്ക് പഴയ രൂപമായിരുന്നു ഓർമ്മയുണ്ടായിരുന്നു, കുറേ കാലം കൂടി അവിടെ പോവുകയാണ്. ഇവിടുത്തെ ഷർട്ടും മുണ്ടൊക്കെ ഇട്ടിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നു. അപ്പം ഞാൻ അച്ഛനെ അച്ഛൻ താഴെയല്ലേ ഇരിക്കുന്നു, സാധാരണ ഇതിൽ ചടങ്ങെടുക്കുമ്പോൾ താഴെ. അപ്പോൾ അവൻ തമാശ, അച്ഛന് വെറുതെ എല്ലാവരും കണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന വെച്ച് ഇവിടെ കൊണ്ട് ഇരുത്തിയതാണ്. ഒരു ആൻറ്റിക് പീസ് അല്ലേടാ എന്ന് ചോദിച്ചത്. തമാശയാണ്. അവനൊരു പക്ഷേ അച്ഛനെ സ്നേഹിക്കുന്ന ആൾ തന്നെയായിരിക്കും. പക്ഷേ ആ ആൻറ്റിക് പീസ് എന്നുള്ളത് ഉണ്ടാക്കിയ വേദന ചെറുതല്ല. നമ്മളങ്ങനെ പോയ കാലത്തിൻ്റെ വെളിച്ചങ്ങളെ നമ്മൾ എളുപ്പത്തിൽ ഒരു വസ്തു മാത്രമായിട്ട് ചുരുക്കി ഒതുക്കി മാറ്റി വയ്ക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത് എല്ലായിടത്തും ഇല്ല. കൽക്കത്തയിൽ പോയാൽ നിങ്ങൾ കൽക്കത്തയിൽ പോയിട്ടുള്ള അറിയാം. സംസ്കാരമുള്ളൊരു കുടുംബത്തിൽ ചെന്നാൽ അവർ ഗുരുദേവൻ എന്ന് വിളിക്കുന്ന രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു ചിത്രം അവിടെ എവിടെയെങ്കിലും കാണും. ഇപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാമോ, വള്ളത്തോൾ നാരായണ മേനോൻ്റെ ഒരു പടം നിങ്ങളുടെ ചുമരിലുണ്ടാവുന്നൊരു കാലം. അതിന് ഞാൻ അയാളുടെ പടം വയ്ക്കണം. കുമാരനാശൻ്റെ പടം നിങ്ങളുടെ ചുമരിൽ നിങ്ങൾ വയ്ക്കുമോ എന്നെങ്കിൽ. നാരായണ ഗുരുവിൻ്റെ പടം ഈഴവരല്ലാത്ത ആരിൽ വയ്ക്കുമോ? ലോകത്തിൻ്റെ മുഴുവനും വെളിച്ചമായിട്ടുള്ളൊരു മനുഷ്യനാണ്. ഇന്ത്യക്കാരന്, മലയാളിക്ക് മാത്രമല്ല ഇന്ത്യക്കാരന് മുഴുവനും അഭിമാനത്തിൽ ഉയർത്തിപ്പിടിക്കാവുന്ന ഒരു രൂപം, ഒരു മുഖമാണ്. ഒരു മഹാമലയാളിയാണ്. എവിടെ ചെന്ന് പറഞ്ഞാലും ബഹുമാനത്തോടെ സായിപ്പ് എഴുന്നേറ്റ് തൊപ്പി വരുന്ന അത്രയും ഗംഭീരനായ ഒരു മലയാളിയാണ്. അത്രയും വലിയ മലയാളിയൊന്നും, അത്രയും വലിയ ഇന്ത്യക്കാരൊന്നും ഇന്ത്യയിൽ പിന്നെയും അതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഈഴവനല്ല എങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ നാരായണ ഗുരുവിൻ്റെ പടം വയ്ക്കുന്ന കാര്യം? ആ വലിപ്പത്തിലേക്കൊന്നും ഒരിക്കലും ആ ചൂണ്ടു വിരലോളം വളർന്നില്ലല്ലോ നമ്മൾ എന്നാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ നാരായണ ഗുരുവിനെ പറ്റി എഴുതിയ കവിതയിൽ ഖേദത്തോടെ ഉപസംഹരിക്കുന്നത്. ആ ചൂണ്ടു വിരലോളം വളർന്നില്ലല്ലോ നമ്മൾ എന്നാണ് എഴുതിയത്. വള്ളത്തോൾ ശ്രീധര മേനോൻ ആണ് എഴുതിയത്. ഈഴവ സന്യാസി എന്ന് പറഞ്ഞ് പരിഹസിക്കപ്പെട്ടിരുന്ന സിമൻ്റ് നാണു എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും മറ്റുള്ളവർ പരിഹസിച്ച് ചെറുതാക്കാൻ നോക്കുന്ന ഒരാളെ പറ്റിയാണ്. ആ ചൂണ്ടു വിരലോളം പോലും നമ്മൾ വളർന്നില്ലല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ മഹത്വത്തെ പറ്റിയുള്ള ഈ സങ്കല്പം തലതിരിഞ്ഞു പോയത്, അത് തിരിഞ്ഞു പോയത് ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒറിജിനൽസിനെ, യഥാർത്ഥ മൗലികതയെ, അതിൻ്റെ മഹത്വത്തെ, അതിൻ്റെ എക്കാലവും തെളിഞ്ഞു നിൽക്കുന്ന അതിൻ്റെ പ്രകാശത്തെ മനസ്സിലാക്കുവാനുള്ള വിമുഖത നമുക്കെല്ലാവർക്കും ഉണ്ട്. കടൽ തീരത്ത് പോയിരുന്നിട്ട് നമ്മൾ ഒരിക്കലും കടലിലേക്ക് നോക്കിയില്ല. പക്ഷേ കടലിനെ കുറിച്ചുകൊണ്ട് പരദൂഷണം പറയും. നമ്മുടെ അയൽവക്കത്തെ പെണ്ണിനെ പറ്റിയോ ചെക്കനെ പറ്റിയോ ഉള്ള നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ കടലിലേക്കൊന്നും നോക്കില്ല, നോക്കാൻ നമുക്ക് പേടിയാണ്. കാരണം അത് ജീശങ്കർ ഗ്രൂപ്പ് സാഗരഗീതത്തിൽ പറയുന്നത് പോലെ അതിഗംഭീരമായിട്ടുള്ള ഒരു അനുഭവമാണ്. അതിനെ നോക്കാൻ മലയാളിക്ക് ത്രാണിയില്ല. സദ്യക്ക് ചെന്നാൽ വെൽക്കം ഡ്രിങ്ക് എന്നുള്ള പേരിൽ നിങ്ങൾക്ക് സിന്തറ്റിക് രുചിയുള്ള നാരങ്ങയുടെ ചൊവയുള്ള ഒരു വെള്ളം കുടിക്കാൻ കിട്ടും. അതിനകത്ത് നാരങ്ങ ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്കറിയാം. ഗംഭീരങ്ങളായ ഹോട്ടലുകളിൽ പോയാൽ നിങ്ങൾക്ക് ഈ വെൽക്കം ഡ്രിങ്കിന് ശേഷം എത്ര കോഴ്സാണ്, അത്രയും കോഴ്സുള്ള ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊരു ചൂടുവെള്ളം നിറച്ച ഒരു ബൗളിൽ ഒറിജിനൽ നാരങ്ങ മുറിച്ചിട്ടിട്ട് തരും, കൈ പിഴിഞ്ഞ് കഴുകാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കറിയാം, എച്ചിൽ കൈ കഴുകാൻ വേണ്ടിയിട്ട് ഒറിജിനൽ നാരങ്ങയെ തരികയും വെൽക്കം ഡ്രിങ്കായിട്ട് നാരങ്ങയുടെ കുലബന്ധം പോലും ഇല്ലാത്തൊരു സിന്തറ്റിക് ഡ്രിങ്ക്, നിങ്ങളെ രാസവസ്തുക്കളുടെ സിന്തറ്റിക് ഡ്രിങ്ക് നാരങ്ങ വെള്ളത്തിൻ്റെ രുചി ഉണ്ടാക്കിച്ചുകൊണ്ട് നിങ്ങളെ കുടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഉൾട്ടാ പുൾട്ടാ ആയിട്ടുള്ളൊരു സമൂഹം പുലർന്നു കഴിഞ്ഞു. നമുക്കതിനകത്ത് യാതൊരു പരാതിയില്ല. നമ്മളതൊക്കെ അവിടെ ചെല്ലുമ്പോൾ അങ്ങനെ നമ്മൾ സമ്മതത്തോടെ ചെയ്യും. വെൽക്കം ഡ്രിങ്ക് വാങ്ങിക്കുടിക്കുന്നു. സുഹൃത്തുക്കൾ വെൽക്കം ഡ്രിങ്ക് കുടിച്ചില്ലേ എന്ന് നമ്മൾ ചോദിക്കുന്നു. ഇത് കഴിക്കും, നാരങ്ങ ബൗൾ കഴുകിക്കൊള്ളു എന്ന് പറഞ്ഞാൽ അത് കൊടുക്കുന്നു, അത് കഴിയിക്കുന്നു. നമ്മളതൊക്കെ കടന്ന് അതിലൂടെയൊക്കെ സുഖമായിട്ട് ഇറങ്ങി വരുന്നതല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പുറത്തേക്ക് മാറിയെന്നതിനേക്ക് നോക്കാൻ ഇത് ശരിയല്ല എന്ന് മനസ്സിലെങ്കിലും, പുറത്തേക്ക് പറഞ്ഞിട്ട് മനസ്സിലെങ്കിലും ഒന്ന് പറയാനുള്ള ശക്തി നമുക്ക് ചോർന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് നീതു എഴുതിയിട്ടുള്ള സപ്തപർണി എന്നുള്ള നോവലിലൂടെ കടന്നു പോകുമ്പോൾ
അത് സാഹിത്യപരമായിട്ട് അതിഗംഭീരമാണെന്ന് ഞാൻ വിശേഷിപ്പിച്ചാൽ അത് അബദ്ധമായിരിക്കും, അല്ലെങ്കിൽ ഒരു അധിക പ്രശംസയായിരിക്കും എന്ന് എനിക്കറിയാം. അങ്ങനെ ഒരിക്കലും ചെയ്ത് നല്ലതല്ല. ഈ റൂമിൻ്റെ അകത്ത് മാത്രം നിങ്ങളല്ലേ കേൾക്കുള്ളൂ, ഇത് ഗംഭീര വ്യാസനെ അതിശയിപ്പിക്കുന്ന സൃഷ്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പോവാം. നീതുവിന് എന്നോട് പ്രത്യേക സ്നേഹമുണ്ടാകും. നീതുവിൻ്റെ ഭർത്താവ് കിരണിനും എന്നോട് സ്നേഹമുണ്ട്. അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് പറഞ്ഞു. പക്ഷെ അത് ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന ഒരു ചതിയായിരിക്കും. കാരണം ഒരുപാട് സാഹിത്യ സൃഷ്ടികൾ എല്ലാ ദിവസവും ജോലിയുടെ ഭാഗമായിട്ട് വായിക്കുന്ന ഒരാളെന്നത് എനിക്ക് അങ്ങനെ പറയുക സാധ്യമല്ല. പക്ഷെ സപ്തപർണി എന്ന് പറയുന്ന ഒരു നോവലിലൂടെ നീതു മറ്റേ മ്യൂറൽ പെയിൻറ്റിങ്ങിനെ പറ്റി വിശദമായിട്ട് പറയുന്നു. നീതു പാടൂർ പടിപ്പുരയിലെ ഒരു കണിയാരുമായിട്ട് സംസാരിക്കുമ്പോൾ ജ്യോത്സ്യത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നു. നീതു കൃഷ്ണലീല എന്ന് പറയുന്ന ഒരു ഇതിനെപ്പറ്റി, അതിൻ്റെ പദം അതിനെപ്പറ്റി വിശദമായിട്ട് പഠിച്ച് എഴുതുന്നു. സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോകുമ്പോൾ സൈക്കോളജിയിലെ ചില ഭിന്നമാർഗങ്ങളെ പറ്റി വിശദമായിട്ട് പഠിച്ച് എഴുതുന്നു. പാലയെപ്പറ്റി എഴുതുമ്പോൾ ഈ സപ്തപർണി എന്ന് പറയുന്ന പാലയെപ്പറ്റി ദീർഘമായിട്ട് എഴുതുന്നു. ഈ പുനർജനി ഗുഹയെ നുളാൻ പോകുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് അന്വേഷിച്ച് പോയി അതിനെപ്പറ്റി എഴുതുന്നു. അതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സംഗതിയാണ്. അപ്പോൾ സർഗാത്മകത എന്ന് പറയുന്നത് പൊയ്പോയ സംഗതികളെ ചേർത്ത് പുനരാനയിക്കാനുള്ള ഒരു ബാധ്യത കൂടി അതിനുണ്ട്. നിങ്ങൾ വന്നത് ഇതിലൂടെയാണ്, അല്ലെങ്കിൽ നിങ്ങളിതാണ്, നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് നിങ്ങൾ ഓർക്കുക എന്ന് പറയുന്നത് പോലെ നമ്മളെങ്ങനെയാണ് നമ്മുടെ ഈ സംസ്കാര ഭൂമികയിൽ ഇത്രയും ആഴത്തിൽ വേരോടിച്ച് നമ്മൾ നിൽക്കുന്നതെന്ന് തിരിച്ചറിയുന്ന സന്ദർഭങ്ങൾ നിരവധിയായിട്ട് ഈ പുസ്തകത്തിലുണ്ട്. അപ്പോൾ അത് ലോഗോസ് ബുക്സ് ഈ സപ്തപർണി പ്രകാശനം ചെയ്യുമ്പോൾ എനിക്കത് മാത്രമേ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരെങ്കിലും അത് വായിക്കുകയും അതിൻ്റെ നന്മതിന്മകളെപ്പറ്റി വിചിന്തനം ചെയ്യുകയും അത് എഴുത്തുകാരിയോട് ആർജവത്തോടെ വിളിച്ച് പറയുകയും അതേ വിഷയങ്ങളിലോ ഞാൻ പറഞ്ഞ ഈ വസ്തുതകളിലോ താല്പര്യമുള്ള നിങ്ങളുടെ ഇതര സുഹൃത്തുക്കളോട് പറഞ്ഞു കൊടുക്കുകയും അത് വായിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുമ്പോൾ നീതു എഴുതാൻ പേന കയ്യിലെടുത്തിരുന്ന ആ നിമിഷത്തിന് പിന്നിൽ പ്രവർത്തിച്ച ചേതവികാരത്തിന് നമ്മളൊരു പൂർണ്ണ സമ്മതി നൽകുകയാണ് ചെയ്യുന്നത്. സമ്മതിദാനാവകാശം എന്ന് പറയുന്നത് അതുകൂടിയാണ്. അല്ലാണ്ട് ഈ വോട്ട് പോയി പിണറായിക്കോ ഉമ്മൻചാണ്ടിക്കോ ചെയ്യുന്നു. ഒരുപാട് ആളുകളുടെ ചിത്രങ്ങൾ നമ്മൾ പൂമുഖത്ത് വച്ചിരുന്നു. എൻ്റെ വീട്ടിലെ പൂമുഖത്ത് എൻ്റെ കമ്മ്യൂണിസ്റ്റുകാരനായ അച്ഛൻ വച്ച പടങ്ങളിലൊന്നും സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആയതുകൊണ്ടാണ് എനിക്ക് സുഭാഷ് ചന്ദ്രബോസിൻ്റെ പേര് വേണമെന്ന് കരഞ്ഞ് 4 വയസ്സിൽ ആ പേര് മേടിച്ചിട്ടത്. എനിക്ക് സുരേഷ് കുമാർ എന്നാണ് അച്ഛനും അമ്മയുടെ പേര്. അപ്പോൾ സുരേഷ് കുമാറിന് പേരുള്ള ഒരാൾ ഒരിക്കലും ഒരു മഹാനാവില്ലെന്ന് ഉറപ്പിച്ച കുട്ടി എനിക്ക് സുഭാഷ് ചന്ദ്ര താന്തിയ തോപ്പി, ബങ്കിം ചന്ദ്ര ചാറ്റർജി, സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു, രാജാറാം മോഹൻ റായ്, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നൊക്കെ നമ്മൾ കേൾക്കുന്ന മഹാന്മാരുടെ പേരുകൾ. അച്ഛൻ പറയുന്നതൊക്കെ മഹാന്മാരാണ് ഇരിക്കുന്നത് മുഴുവൻ. എന്താണ് മഹത്വം എന്ന് പറഞ്ഞു തരാൻ പറ്റില്ല, കുട്ടിക്ക് മനസ്സിലാവില്ല. പക്ഷേ ഏതോ വിദൂര ദേശത്ത് ജീവിച്ച് മരിച്ച ആളുകളുടെ ചിത്രം എൻ്റെ ചുമരിൽ വരണമെങ്കിൽ അവർക്ക് മഹത്വം വേണമെന്നുള്ള പ്രാഥമികമായ ബോധം കൊണ്ട് എനിക്കും മഹാനാകണം എന്നുള്ള വാശി കൊണ്ട് ഒരു ചെറിയ കൊച്ച് സുരേഷ് കുമാറിന് അച്ഛൻ പേരെടുത്ത് വാവിട്ട് നിലവിളിക്കുകയും എനിക്ക് സുഭാഷ് ചന്ദ്രബോസ്, കാരണം കൂട്ടത്തിൽ ഏറ്റവും കേമനായിട്ട് നിന്ന ആൾ അയാളായിരുന്നു. കണ്ണടയൊക്കെ വച്ച് വിദൂരത്തിലേക്ക് കണ്ണയച്ച് നക്ഷത്ര ഖചിതമായിട്ടുള്ള ഒരു മേലുടുപ്പ് കണിഞ്ഞ് ഉറയിൽ നിന്ന് വലിയ വാട് പകുതി ഒരു പിടിച്ച് നിൽക്കുന്ന സുഭാഷ് ചന്ദ്രബോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരാളാവണം എനിക്ക് യുദ്ധം ചെയ്യണമെന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ അതുകൊണ്ട് അത് വേണമെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ സാറ് ബോസൊക്കെ നീ വലുതാകുമ്പോൾ ആവും, ഇപ്പോൾ നമുക്ക് തൽക്കാലം സുഭാഷ് ചന്ദ്രൻ എന്ന് പേരിടാം എന്ന് പറഞ്ഞിട്ട് പേരിട്ടത്. ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ ഭൂതകാലം പറഞ്ഞത് നിങ്ങളെ ഞെട്ടിക്കാനൊന്നുമല്ല, ഇങ്ങനെ ഒരു ചുമര് നമുക്കുണ്ടായിരുന്നെന്നും അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ എല്ലാം ഗൃഹങ്ങളിൽ ഇങ്ങനെയൊരു ചുമര് നമുക്കുണ്ടായിരുന്നു. മഹത്വത്തിൻ്റെ ആളുകളെ, ഭൂതകാലത്തിൻ്റെ മഹിമകളെ, നമ്മുടെ തന്നെ പ്രപിതാമഹന്മാർ തൊട്ടുള്ള ആളുകളെയൊക്കെ ഓർമ്മിക്കാനും അവർക്ക് നേരെ നമസ്കരിക്കുവാനും നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഭൂതകാല ചുമര് നമ്മുടെ ഗൃഹങ്ങളിൽ ഉണ്ടായിരുന്നു. ഇന്നതില്ല. നമ്മുടെ എഞ്ചിനീയർ നമ്മൾ പറയും ചേട്ടാ ഇവിടെ ഒരു മരിച്ച അച്ഛൻ്റെ പടം വയ്ക്കണമല്ലോ. അയാൾ പറയും അത് ഔട്ട് ഓഫ് ഫാഷനാണ്, അത് വേണ്ട. ഇപ്പോൾ ആരും അങ്ങനെ വയ്ക്കാറില്ല അച്ഛൻ്റെ അമ്മയുടെ പടം. നമ്മളെ വളർത്തി വലുതാക്കിയ, നമുക്ക് കഥ പറഞ്ഞു ഉറക്കിയ ഒരു മുത്തശ്ശിയെ നമുക്ക് അത്രമാത്രം ഇഷ്ടമാണെങ്കിലും ആ മുത്തശ്ശിയുടെ പടം ഉമ്മർത്ത് വയ്ക്കാൻ നമ്മൾ പൈസ കൊടുത്ത് നമ്മുടെ വീട് പണിയിക്കുന്ന, നമ്മുടെ ലക്ഷങ്ങളിൽ കൈപ്പറ്റുന്ന, പറ്റിച്ചും അല്ലാതെയും കൈപ്പറ്റുന്ന ഈ എഞ്ചിനീയർ സമ്മതിക്കില്ല. കാരണം അയാളുടെ ആർക്കിടെക്റ്റിന്, അതിൻ്റെ സങ്കല്പത്തിന് ഇത് വിരുദ്ധമാണ്. ഇങ്ങനെ പടങ്ങൾ വെച്ചാൽ അത് ഭയങ്കര ബോറെന്ന് പറയും. നിങ്ങൾ വെച്ച് നോക്കൂ, നിങ്ങൾ വീട് പണിയുമ്പോൾ അതൊന്ന് വെച്ച് നോക്കിയാൽ അപ്പോൾ അറിയാം. അദ്ദേഹം സമ്മതിക്കില്ല. അവിടെ എട്ടുകാലി തല്ലിക്കൊന്നൊരു പാടുണ്ടായാലും കുഴപ്പമില്ല, പക്ഷേ അച്ഛൻ്റെ പടം അമ്മയുടെ പടം വയ്ക്കാൻ പാടില്ല എന്ന് അദ്ദേഹം പറയാം. ഞാനൊരു വലിയ വീട്ടിൽ, എൻ്റെ സുഹൃത്തിൻ്റെ ഒരു വലിയ വീട്ടിൽ അടുത്ത കാലത്ത് ചെന്നപ്പോൾ അവൻ്റെ അച്ഛൻ എനിക്ക് നേരത്തെ അറിയാം. അപ്പോൾ അദ്ദേഹം പ്രായമായിട്ട് ഇരിക്കുന്നുണ്ടെന്ന് അറിയാം. തീരെ വയ്യാത്തൊരവസ്ഥയിലാണ്.
പക്ഷേ ഈ ചടങ്ങിലൊന്നും അച്ഛനെ കാണുന്നില്ല. എനിക്ക് പ്രിയപ്പെട്ട, ഞാനും അച്ഛ എന്ന് വിളിച്ചിരുന്ന ഒരാളാണ്, മാന്യനായിട്ടൊരാളാണ്. അപ്പം തിരക്കുള്ള സമയമാണ്, എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്. ഏറ്റവും മുകളിലത്തെ നില ഓരോ മുറിയായിട്ട് ഇങ്ങനെ കാണിച്ച് നമ്മളെ കാണിക്കുമല്ലോ, ഇത് ടോയ്ലറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കയറിയിട്ട് ഓഹ് എന്ന് പറയണം. അതാണ് ഒരു സന്തോഷത്തിൻ്റെ നിമിഷം. ഇത് അടുക്കള എന്ന് പറയുമ്പോൾ ഓഹ് എന്ന് നമ്മുടെ ഉള്ളിൽ ഒരു ഇതുണ്ടാക്കണം, കാണികളുടെ ഉള്ളിൽ. ഒറ്റ ദിവസത്തേക്ക് മാത്രമുള്ള പരിപാടിയാണ്. ആ ചടങ്ങ് കഴിഞ്ഞാൽ പിന്നെ ഒരു പട്ടിയുമായിട്ട് തിരിഞ്ഞ് നോക്കുകയില്ല. അത് ഇങ്ങനെ അനാഥമായിട്ട് കിടക്കും. ഇത്രയും വലിയത് അടിച്ചു വാരാൻ ഒരാളെ വെച്ച് അയാൾ അല്ലെങ്കിൽ അവൾ കത്ത് അടിച്ചു വാരി വൃത്തിയാക്കി കിടക്കും. എന്നാൽ ആ ഒറ്റ സെക്കൻഡിൻ്റെ മറ്റുള്ളവരുടെ കണ്ണിൽ വിടരുന്ന ഈ വിസ്മയവും അസൂയയും കാണാൻ വേണ്ടിയാണ് ഇത് കഷ്ടപ്പെട്ട് ചെയ്യുന്നത്. നമുക്ക് തന്നെ അത് അറിയില്ല എന്തിനാണ് ചെയ്യുന്നത്. നമ്മൾ 2-3 കാർ ഇടാനുള്ള കാർ പോർച്ച് പ്ലാൻ ചെയ്യും. പക്ഷേ ഒരിക്കലും ഒരു പുസ്തകം വയ്ക്കാനുള്ള അലമാര എവിടെ വയ്ക്കണമെന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യില്ല. നമ്മുടെ മക്കൾക്ക് വായിക്കുവാൻ, നമ്മുടെ പ്രധാനപ്പെട്ട ലോക ക്ലാസിക്കുകൾ വായിക്കുവാൻ, നമുക്ക് കളക്ട് ചെയ്ത് വയ്ക്കാനുള്ള ഒരു റീഡിങ് റൂം അത് ഉണ്ടാവില്ല. ഇപ്പോൾ അത് ഫാഷനായിട്ട് വെച്ച് തുടങ്ങി കേട്ടോ. ചിലർക്ക് അത് വയ്ക്കാൻ മാത്രം കാണാൻ സാധിക്കുന്ന, അയാളുടെ കൂട്ടുകാരന് കൂടി അഭൗമ ലാവണ്യത്തെ കാണിച്ചു കൊടുക്കാമെന്നൊരു ആശയോടെ ഗിരി എന്ന് പറയുന്ന കൂട്ടുകാരനെ കൂടി രാത്രി കിടത്തിയിട്ടും ഗിരിക്ക് മുമ്പിൽ പ്രത്യക്ഷനാകാത്ത, തൻ്റെ അമ്മ സാവിത്രി അന്തർജനം അതിലെ കടന്നു പോകുമ്പോൾ അവരെ കടന്നു പോയിട്ടും അവർക്കത് സ്പർശിക്കാൻ സാധിക്കാത്ത, കാണാൻ സാധിക്കാത്ത ഒരു അപ്സര സുന്ദരിയെ ആണ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പേര് വിളിക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ത് പേരും എന്നെ വിളിക്കാം എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിട്ടുള്ള ഈ ദേവൻ എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് പഠിച്ച ബാംഗ്ലൂർ IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന, ഇടയ്ക്ക് തൻ്റെ കുളവും കാവും ഒക്കെയുള്ള വീട്ടിൽ 7 പാല പൂത്ത് നിൽക്കുന്ന, തൻ്റെ കോമ്പൗണ്ടിന് പുറത്താണ് ആ പാലയെങ്കിലും പാല പൂത്ത് പരിമളവും അതിൻ്റെ അനവധ്യ സുന്ദരമായിട്ടുള്ള ഹൃദയഹാരിയായിട്ടുള്ള പാലപ്പൂക്കൾ കൊഴിഞ്ഞെടുക്കുന്ന പുരയിടവും എല്ലാമുള്ള ആ സന്ദർഭത്തിലേക്ക് അദ്ദേഹം വരുന്നതും, അവിടെ ഈ സ്ത്രീ രാത്രി പ്രത്യക്ഷപ്പെടുന്നതും, താനൊരു വിവാഹം ആലോചിക്കുമ്പോൾ അതിന് പോലും പറ്റാത്ത രീതിയിൽ താൻ ഇതിൻ്റെ പിടിയിലകപ്പെട്ടിരിക്കുന്നുവെന്ന് ഈ ദേവൻ മനസ്സിലാക്കുന്നതും, അദ്ദേഹം ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ സഹായം തേടുന്നതും, സൈക്യാട്രിസ്റ്റ് തനിക്ക് പറ്റിയ രീതിയിലെല്ലാം അത് ചെയ്യുന്നതും, ഒടുവിൽ അയാളെ അതിൽ നിന്നും വീണ്ടും രക്ഷപ്പെടാൻ വേണ്ടി സ്വീഡനിലേക്ക് ഒരു പുതിയ പ്രോജക്റ്റ് ഇട്ട് ഇപ്പോൾ അങ്ങോട്ട് പോകുന്നതും, അവിടെ എത്തിയിട്ട് സമാധാനം കിട്ടാതെ തിരിച്ചു വരുമ്പോൾ നമ്മുടെ തിരുവില്ലാമലയിലെ പുനർജനി ഗുഹയിലൂടെ നൂണ്ടാൽ ചിലപ്പോൾ ഒരു സംഗതി വരും, ഒരു തെളിമ വരും എന്ന് എഴുതിയിട്ട് പുനർജനി ഗുഹ നൂളുന്നതും, അങ്ങനെയൊക്കെ പറഞ്ഞാൽ കഥ ആവുകയില്ല. ഒരു കഥയും അങ്ങനെ പറഞ്ഞാൽ ചേട്ടനനിയന്മാർ തമ്മിലുള്ള വസ്തുതർക്കമാണ് മഹാഭാരതം കഥ എന്ന് പറഞ്ഞാൽ കഥയായി. പക്ഷേ മഹാഭാരതം കഥ അതല്ല എന്നറിയാം. അതിനെ കൂടി അഭൗമ ലാവണ്യത്തെ കാണിച്ചു കൊടുക്കാമെന്നൊരു ആശയോടെ ഗിരി എന്ന് പറയുന്ന കൂട്ടുകാരനെ കൂടി രാത്രി കിടത്തിയിട്ടും ഗിരിക്ക് മുമ്പിൽ പ്രത്യക്ഷനാകാത്ത, തൻ്റെ അമ്മ സാവിത്രി അന്തർജനം അതിലെ കടന്നു പോകുമ്പോൾ അവരെ കടന്നു പോയിട്ടും അവർക്കത് സ്പർശിക്കാൻ സാധിക്കാത്ത, കാണാൻ സാധിക്കാത്ത ഒരു അപ്സര സുന്ദരിയെ ആണ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പേര് വിളിക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ത് പേരും എന്നെ വിളിക്കാം എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിട്ടുള്ള ഈ ദേവൻ എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് പഠിച്ച ബാംഗ്ലൂർ IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന, ഇടയ്ക്ക് തൻ്റെ കുളവും കാവും ഒക്കെയുള്ള വീട്ടിൽ 7 പാല പൂത്ത് നിൽക്കുന്ന, തൻ്റെ കോമ്പൗണ്ടിന് പുറത്താണ് ആ പാലയെങ്കിലും പാല പൂത്ത് പരിമളവും അതിൻ്റെ അനവധ്യ സുന്ദരമായിട്ടുള്ള ഹൃദയഹാരിയായിട്ടുള്ള പാലപ്പൂക്കൾ കൊഴിഞ്ഞെടുക്കുന്ന പുരയിടവും എല്ലാമുള്ള ആ സന്ദർഭത്തിലേക്ക് അദ്ദേഹം വരുന്നതും, അവിടെ ഈ സ്ത്രീ രാത്രി പ്രത്യക്ഷപ്പെടുന്നതും, താനൊരു വിവാഹം ആലോചിക്കുമ്പോൾ അതിന് പോലും പറ്റാത്ത രീതിയിൽ താൻ ഇതിൻ്റെ പിടിയിലകപ്പെട്ടിരിക്കുന്നുവെന്ന് ഈ ദേവൻ മനസ്സിലാക്കുന്നതും, അദ്ദേഹം ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ സഹായം തേടുന്നതും, സൈക്യാട്രിസ്റ്റ് തനിക്ക് പറ്റിയ രീതിയിലെല്ലാം അത് ചെയ്യുന്നതും, ഒടുവിൽ അയാളെ അതിൽ നിന്നും വീണ്ടും രക്ഷപ്പെടാൻ വേണ്ടി സ്വീഡനിലേക്ക് ഒരു പുതിയ പ്രോജക്റ്റ് ഇട്ട് ഇപ്പോൾ അങ്ങോട്ട് പോകുന്നതും, അവിടെ എത്തിയിട്ട് സമാധാനം കിട്ടാതെ തിരിച്ചു വരുമ്പോൾ നമ്മുടെ തിരുവില്ലാമലയിലെ പുനർജനി ഗുഹയിലൂടെ നൂണ്ടാൽ ചിലപ്പോൾ ഒരു സംഗതി വരും, ഒരു തെളിമ വരും എന്ന് എഴുതിയിട്ട് പുനർജനി ഗുഹ നൂളുന്നതും, അങ്ങനെയൊക്കെ പറഞ്ഞാൽ കഥ ആവുകയില്ല. ഒരു കഥയും അങ്ങനെ പറഞ്ഞാൽ ചേട്ടനനിയന്മാർ തമ്മിലുള്ള വസ്തുതർക്കമാണ് മഹാഭാരതം കഥ എന്ന് പറഞ്ഞാൽ കഥയായി. പക്ഷേ മഹാഭാരതം കഥ അതല്ല എന്നറിയാം. അവർ ജീവിതത്തെപ്പറ്റി നമുക്കറിയാവുന്നതിൽ നിന്ന് കുറച്ചധികം എന്തോ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഭാഷയിൽ നിങ്ങൾക്കറിയാവുന്ന പോലെ ഒരു വനിതാ നോവലിസ്റ്റിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ ഭാഷയുടെ വേരുകളിലേക്ക് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മലയാളത്തിലെ ആദ്യത്തെ നോവൽ നിങ്ങളുടെ മനസ്സിൽപ്പെട്ട ഇന്ദുലേഖ എന്നുള്ള പേരോ കുന്തലത എന്നുള്ള പേരൊക്കെ വരുമെങ്കിലും മലയാളത്തിൽ വാസ്തവത്തിൽ ആദ്യത്തെ നോവൽ എന്ന് പറയുന്നൊരു വിവർത്തന കൃതിയാണ്. 1852 കൽക്കത്തയിൽ ഹന്ന കാതലിൻ മുല്ലൻസ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷുകാരി
കഷ്ടപ്പെട്ട് ബംഗാളി ഭാഷ പഠിച്ചിട്ട് ബംഗാളിയിൽ എഴുതിയ ഒരു നോവല് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാണ് ജോസഫ് പീറ്റ് എന്ന് പറയുന്ന ഒരു വൈദികൻ, ഒരു പാതിരി. മലയാള ഭാഷ പഠിച്ചിട്ട് ഈ ബംഗാളിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട 53 ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. അത് ആ ബംഗാളിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ബംഗാളി നോവൽ ഫുൽമോനി കോരുണോർ ബിബറൺ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഫുൽമോനി എന്നും കോരുണ എന്നും പേരായ 2 സ്ത്രീകളുടെ കഥ എന്നാണ് അതിൻ്റെ പേര്. ഫുൾമണി എന്നാണ് ബംഗാളിലാകുമ്പോൾ ഫുൾമോനി എന്നാണ് പറയുക. ഫുൾ മണി എന്ന് വെച്ചാൽ പൂമുട്ട് എന്നായിരിക്കും മിക്കവാറും അതിൻ്റെ അർത്ഥം. പൂമുട്ടെന്ന് പേരുള്ള കോരുണ എന്ന് വെച്ചാൽ നമ്മുടെ കരുണ തന്നെയാണ്. കരുണ എന്നും പേരായ 2 സ്ത്രീകളുടെ കഥ എന്ന് പറയുന്ന പുസ്തകം ആണ് മലയാളത്തിൽ ആദ്യം നോവൽ എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് അവതരിപ്പിക്കപ്പെട്ട പുസ്തകം. അത് ജോസഫ് പീറ്റ് വിവർത്തനം ചെയ്തതാണെങ്കിലും അതിൻ്റെ മൂലകൃതി എഴുതിയത് ഒരു സ്ത്രീയാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അടുത്ത കാലത്ത് നമ്മുടെ രാജശ്രീക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ പുസ്തകത്തിൻ്റെ പേര് കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ 2 സ്ത്രീകളുടെ കഥ എന്നാണ്. അത് തീർച്ചയായിട്ടും ഈ ഇത്രയും കാലത്തിന് മുമ്പുള്ള തൻ്റെ പൂർവികയായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരിക്കുള്ള ഒരു ഉള്ള ഒരു ആദരവ് കൂടിയാണ്. ഇന്ത്യൻ ഭാഷകളിൽ തന്നെ ആദ്യത്തെ കാലം ഇപ്പോൾ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ദുർഗേശ നന്ദിനിയൊക്കെ വരുന്നത് അതിനും കുറേ കഴിഞ്ഞിട്ടുണ്ട്. 10-15 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ബംഗാളിയിൽ ദുർഗേശ നന്ദിനി ബങ്കിം ചന്ദ്രൻ എഴുതുന്നത്. അപ്പോൾ അത്രയും മുമ്പ് ഒരു സ്ത്രീയുടെ ഉദ്യമമായിട്ടാണ് ഇന്ത്യൻ ഭാഷകളിൽ ഒരു നോവൽ, അതും സ്ത്രീകളുടെ നോവൽ, ആ പേര് വായിച്ചാൽ 2 സ്ത്രീകളുടെ കഥ എന്ന് പറഞ്ഞിട്ട് 2 സ്ത്രീകളുടെ കഥ, ഒരു സ്ത്രീ എഴുതുന്ന പുസ്തകമാണ് ഇന്ത്യൻ ഭാഷകളിലെ ആദ്യത്തെ നോവൽ. നമ്മുടെ ഈ ഇന്ദുലേഖയും കുന്തലതയും ഒക്കെ വരുന്നതിന് എത്രയോ മുമ്പാണ്, 10-60 വർഷങ്ങൾക്ക് മുമ്പാണ് എന്ന് ചരിത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. മലയാളത്തിലാകട്ടെ ലക്ഷണമൊത്ത ആദ്യത്തെ നോവൽ പ്രസിദ്ധീകരിക്കുമ്പോൾ ചന്തുമേനോൻ എന്ന് പറയുന്ന നമ്മുടെ ആദ്യത്തെ നോവൽ കർത്താവ് നമ്മുടെ രാജനാരായണനെ പോലെ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം ഇന്ദുലേഖ എന്ന് പറയുന്ന ഒരു പെണ്ണിൻ്റെ കഥയാണ് ആദ്യമായിട്ട് മലയാളിക്ക് വായിക്കാൻ കൊടുത്തത്. ആ നോവലിൻ്റെ പേരും ഒരു സ്ത്രീയുടെ പേരാണ്. ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്നു, ഇംഗ്ലീഷ് മട്ടിലുള്ള സരസകഥാഖ്യാനങ്ങൾ, ദീർഘമായ നോവലുകൾ വായിച്ച് ആസ്വദിക്കുവാനുള്ള, അത് മലയാളത്തിലും വായിച്ച് ആസ്വദിക്കുവാൻ കഴിയുമോ എന്നുള്ള എൻ്റെ ഭാര്യയുടെ ഒരു കൊതി സാധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു നോവലിനെ ശ്രമിച്ചത്. ആദ്യത്തെ നോവൽ മലയാളത്തിൽ പറക്കുകയാണ്. ഇന്ദുലേഖ എന്ന് പറയുന്ന നോവൽ എഴുതുന്നതിൻ്റെ കാരണമായിട്ട് ചന്തുമേനോൻ പറയുന്നത് എൻ്റെ ഭാര്യയ്ക്ക് വായിച്ച് രസിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നാട്ടുകാർക്കൊന്നുമല്ല, എൻ്റെ ഭാര്യയ്ക്ക് ഇംഗ്ലീഷ് മട്ടിലുള്ള നോവലുകൾ വായിച്ച് രസിക്കാൻ, ഇംഗ്ലീഷ് ഭാഷ അറിഞ്ഞുകൂടാത്തവർക്ക് വായിച്ച് രസിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതിയതാണെന്നുള്ള ലക്ഷണം ഇല്ലാത്ത ആദ്യത്തെ നോവല് എഴുതിയാണ് നേരത്തെ പറഞ്ഞ അപ്പു നെടുങ്ങാടി കുന്തലത എന്ന് പറയുന്ന പുസ്തകം. അപ്പു നെടുങ്ങാടി ഒരു ബാങ്കറായിരുന്നു. അപ്പു നെടുങ്ങാടി എഴുതിയ ആ ലക്ഷണം കെട്ട എന്ന് പറഞ്ഞു വിടാൻ ലക്ഷണം തികഞ്ഞിട്ടില്ലാത്ത നമ്മുടെ ആദ്യകാല നോവലുകളിലൊന്നിൻ്റെ പേരും കുന്തലത എന്നായിരുന്നു. അതൊരു സ്ത്രീയുടെ പേരാണ്. ചന്തുമേനോൻ പിന്നീട് എഴുതിയ നോവലിൻ്റെ പേര് ശാരദ എന്നാണ്. ശാരദയും ഒരു സ്ത്രീ വാചികയായിട്ടുള്ള ഒരു കഥാപാത്രം, പെണ്ണാണ്, സ്ത്രീയാണ് എന്നുള്ളത് പ്രധാനപ്പെട്ടത്. ഞാൻ പറഞ്ഞത്, നമ്മൾ നീതു മോഹൻദാസിൻ്റെ സപ്തപർണി എന്ന് പറയുന്ന നോവലിൻ്റെ പ്രകാശനത്തിൽ ഇത്തരം ഒരു പൂർവ്വകാല കാര്യങ്ങൾ കൂടി ഓർമ്മിക്കേണ്ടത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇത് വെറുതെ ഒരു പുസ്തക പ്രകാശനം മാത്രമല്ല, ഒരു പുസ്തക പ്രകാശനം, ഒരു നോവൽ പ്രകാശനം ഈ സന്ധ്യയ്ക്ക് മാത്രം അവകാശപ്പെട്ട ഒന്നല്ല. അത് പൂർവ്വം ആയിട്ടുള്ള ഭൂതകാലത്തിൻ്റേതായിട്ടുള്ള ഒരുപാട് വെളിച്ചങ്ങളെ ആവഹിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. 5 മിനിറ്റ് കൊണ്ടോ 20 മിനിറ്റ് കൊണ്ടോ ഒരു ഡിന്നർ കൊണ്ടോ അവസാനിക്കേണ്ടതൊന്നല്ല ഈ സന്ധ്യയുടെ മഹത്വം, ഈ സന്ധ്യയുടെ ധന്യത എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മുടെ പിക്കാസോ എന്ന് പറയുന്ന വലിയ ചിത്രകാരൻ തൻ്റെ ചിത്രം വരച്ചു തരണമെന്നൊരു സമ്പന്ന ആവശ്യപ്പെടുകയും 2 മിനിറ്റ് കൊണ്ട് ഒരു പടം വരച്ചിട്ട് പിക്കാസോ എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തപ്പോൾ അവർ താങ്ക്സ് പറഞ്ഞ് പോകാൻ ശ്രമിച്ചപ്പോൾ പിക്കാസോ പറഞ്ഞല്ല, അതിൻ്റെ പൈസ വെച്ചിട്ട് പോകും, $5000 വെച്ചിട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഞെട്ടിപ്പോയി ധനിക. ഈ പിക്കാസോ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അന്ന് ചെറുപ്പക്കാരനാണ്, 2 മിനിറ്റ് പോലും എടുക്കാതെ വരച്ച ചിത്രത്തിന് $5000 എന്ന് അവർ നേരിട്ട് മുഖത്ത് നോക്കി ചോദിച്ചു. നമ്മൾ എഴുത്തുകാരോട് ചിത്രകാരന്മാരോടൊക്കെ നമുക്ക് അധിക്ഷേപിച്ച് സംസാരിക്കാൻ നമുക്ക് ഇവിടെ മാത്രമല്ല എല്ലായിടത്തും മടിയൊന്നുമില്ല. കാരണം ഇവരത്ര പ്രധാനപ്പെട്ട ആളുകളൊന്നുമല്ല നമുക്കറിയാം. നമ്മൾ ടാറ്റയെയോ
ബിർളയെയോ അദാനിയോ അംബാനിയോ ഒന്നും കണ്ട നമ്മളങ്ങനെ ഔദ്യത്തോടെ സംസാരിക്കുകയില്ല. നമ്മുടെ തല കുനിഞ്ഞു നിൽക്കും. നമ്മുടെ ഇല്ലാത്തൊരു വാല് നമ്മൾ ബാക്കിൽ ഇളക്കുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഇത് പണക്കാരനാണ് എന്നുള്ള തോന്നലുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ എത്ര ഉയരത്തിൽ നിൽക്കുന്ന പിക്കാസോയോട്, ലോകത്തിൻ്റെ ചരിത്രത്തിലെ ചിത്രകലാ ചരിത്രത്തിലെ അതിഗംഭീരനായിട്ടുള്ള പിക്കാസോയോട് ഈ സ്ത്രീ പറഞ്ഞു, ഔദ്യത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് 2 മിനിറ്റ് പോലും എടുക്കാത്ത പടത്തിന് $5000 എന്ന് വെച്ചു. പിക്കാസോ പറഞ്ഞു, ഇത് 2 മിനിറ്റിൻ്റെ വരെയല്ല, എനിക്കിപ്പോൾ 48 വയസ്സുണ്ട്. 48 വർഷങ്ങളുടെ പിക്കാസോയാണ് ഈ 2 മിനിറ്റ് കൊണ്ട് വരച്ചത്. ഈ 48 വർഷങ്ങളുടെ പിക്കാസോ എന്ന് പറഞ്ഞാൽ 2000-ഓ 5000-ഓ വർഷങ്ങൾ നീളുന്ന ചിത്രകലാ പാരമ്പര്യത്തിൽ മുളച്ച ഒരു പുതിയ പൊടിപ്പാണ്. അപ്പോൾ എൻ്റെ വില എന്ന് പറഞ്ഞാൽ ഈ സഹസ്രാബ്ദങ്ങൾ നീളുന്ന മനുഷ്യൻ്റെ സർഗാത്മക പരിശ്രമങ്ങളുടെയും സർഗസിദ്ധിയുടെയും ആകത്തുകയാണ് എൻ്റെ വില. നിങ്ങൾക്കത് 2 മിനിറ്റ് കൊണ്ട് അളക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒരു സന്ദർഭം ഞാൻ ഓർക്കുകയാണ്. അതുപോലെ നമ്മളിവിടെ ഒരു ചെറിയ ചടങ്ങാക്കി ആലുവയിൽ കിട്ടാവുന്ന ഭംഗിയുള്ള കൊച്ചു ഹോളൊക്കെ സംഘടിപ്പിച്ച് നീതു ഇങ്ങനെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ വാസ്തവത്തിൽ നീതു പോലും അറിയാതെ ഒരു വലിയ ശൃംഖലയുമായിട്ട് തന്നെ കണ്ണി ചേർക്കുകയാണ് ചെയ്യുന്നതെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ്. ഞാനത് ദീർഘിപ്പിക്കുന്നില്ല. നീതു ഇംഗ്ലീഷിൽ ഒരു കാവ്യ സമാഹാരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെന്നൊരു ഉറപ്പ് തന്നുകൊണ്ടാണ് ഞാൻ വന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മളെ അറിയാത്ത സദസ്സുകൾക്ക് മുമ്പിൽ പലപ്പോഴും പോയി നിൽക്കേണ്ട ദുര്യോഗം എനിക്കുള്ളത് കൊണ്ട് ഞാനിപ്പോൾ അത്രയും ചടങ്ങുകൾ കഴിയാവുന്നതും കുറച്ചിരിക്കുകയാണ്. കാരണം ഒരു ഇന്ദ്രൻസോ അല്ലെങ്കിൽ രമേഷ് പിഷാരടിയോ വന്നാൽ കാണുന്ന സന്തോഷമൊന്നും എന്നെ കാണുമ്പോൾ ആളുകളുടെ മുതലുണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഇവൻ ആരുടെയെന്ന് ആർക്കും അറിയില്ല. നമുക്ക് സർഗാത്മകതയിൽ എഴുത്തിന് മാത്രമുള്ളൊരു ദുര്യോഗം എന്തെന്ന് വെച്ചാൽ ഇത് നമുക്ക് പ്രകടനപരമായിട്ട് കൊണ്ടുവന്ന് കാണിക്കാൻ സാധിക്കുകയില്ല. ഒരു ഇഷ്ടിക കഷ്ണം പോലെ അലമാരയിലോ പുസ്തകശാലയിൽ ഇരിക്കുമ്പോൾ വായിക്കപ്പെടാത്ത, തുറന്നു നോക്കാത്ത പുസ്തകം ഒരു ഇഷ്ടിക കഷ്ണത്തേക്കാൾ വലുതൊന്നുമല്ല എന്നൊരു പഴമൊഴിയുണ്ട്. അങ്ങനെ ഒരു ഇഷ്ടിക കഷ്ണത്തെ പോലെ ഇരിക്കുന്ന പുസ്തകം തുറന്ന് വായിച്ച്, ശ്രമപ്പെട്ട് വായിച്ച് അതിൻ്റെ ആന്തരധ്വനികളും ആന്തര സൗന്ദര്യങ്ങളും ആസ്വദിക്കാൻ കഴിഞ്ഞ ഒരാൾക്ക് മാത്രമേ ആ എഴുത്തുകാരോട് എന്തെങ്കിലും റെസ്പെക്റ്റ് തോന്നൂ. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കാണുന്ന ഇത്രയും 70-ഓ 75-ഓ മുഖങ്ങളിൽ ഒന്നുപോലെയായിരിക്കും നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുന്ന ഈ മുഖവും എന്നെനിക്കറിയാം. കുറച്ച് അഹങ്കാരമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പോകാമെന്നല്ലാതെ ഇതെന്താ സാധനം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. മറ്റെല്ലാ കലകളിലും പക്ഷേ പ്രത്യക്ഷത്തിൽ കാണാം. ശില്പം ചെയ്യുന്ന ആളെ ദൂരെ നോക്കിയാൽ അല്ല ശില്പം ചെയ്യുകയാണെന്ന് നമുക്ക് കാണാം, അല്ലേ? യക്ഷി, മലമ്പുഴയിൽ യക്ഷി കാനായി കുഞ്ഞിരാമൻ ഉണ്ടാക്കുമ്പോൾ എത്രയോ കാലങ്ങളൊക്കെ ആളുകൾക്ക് അറിയാം അയാളൊരു ശില്പം ചെയ്യുകയാണ്. അതൊരു സ്ത്രീ രൂപമാണ്. കുറച്ച് ചെയ്യുമ്പോൾ അത് നഗ്നരൂപമാണ്, ജൈജാൻറ്റിക്കാണ്. യക്ഷി എന്നാണ് അതിൻ്റെ പേര്. കാനായി കുഞ്ഞിരാമനാണ് നമുക്കറിയാം. പാട്ടുപാടാൻ യേശുദാസ് നിൽക്കുമ്പോൾ ചെവിയുള്ളവർക്ക് എല്ലാവർക്കും അറിയാം അയാൾ പാടിക്കൊണ്ടിരിക്കുകയാണ് എന്നറിയാം. മധുരമായ ശബ്ദം വരുന്നു, അദ്ദേഹം ഗാനം ആലപിക്കുകയാണ്. കച്ചേരി നടത്തുന്ന ആളെ ബധിരനായിട്ടുള്ള ഒരാൾക്ക് പോലും അറിയാം അദ്ദേഹം എന്തോ ഒരു സംതിങ് ക്രിയേറ്റീവായിട്ടുള്ളൊരു സംഗതി അവിടെ അവതരിപ്പിക്കുകയാണ്. തീരെ ബോധമില്ലാത്ത ആളുകൾക്ക് മാത്രമേ അതിലും അബദ്ധം പറ്റാറുള്ളൂ. അതുപോലെ ഒരു കച്ചേരി കണ്ട് കുറേ നേരം അങ്ങനെ ഒരു ബധിരൻ ചോദിച്ചു വന്നു, ഇയാൾ കുറേ നേരം അയാൾ കോട്ടുവായി ഇടുന്നു എന്ന് ചോദിച്ചു. കാരണം ഈ സംഗീതം കേൾക്കാൻ പറ്റാത്തതുകൊണ്ട്. പക്ഷെ എഴുതപ്പെട്ടവർക്കൊക്കെ അറിയാം അദ്ദേഹം ഒരു കോട്ടുവായി ഇട്ടു, കോട്ടുവാന്ന് പറഞ്ഞപ്പോൾ തന്നെ. ഇത് സാഹിത്യത്തിൻ്റെ വലിയൊരു സിദ്ധിയാണ്. ഒരു വാക്ക് നമ്മളിൽ പ്രതികരണങ്ങൾ സൃഷ്ടിക്കും. വടുകപ്പുള്ളി നാരങ്ങ എന്ന് പറഞ്ഞാൽ ആ നിമിഷം നമ്മുടെ നാക്കിൽ വടുകപ്പുള്ളി നാരങ്ങയുടെ രുചി വരാൻ തുടങ്ങി, അല്ലേ? 5 പൈസ ചിലവില്ലാതെ ഉണ്ടാക്കാവുന്ന മാജിക്കാണ് സാഹിത്യം എന്ന് പറഞ്ഞാൽ. നമ്മൾ വെറുതെ പേജിന് നടുക്ക് ഓറഞ്ചിൻ്റെ അല്ലി നാവിൽ അലിയുന്നു എന്നൊരാൾ എഴുതി വെച്ചാൽ നമ്മൾ ഓരോരുത്തരുടെ നാക്കിൽ ഓറഞ്ചിൻ്റെ അല്ലി അലിയുന്ന ഇപ്പോൾ തന്നെ നിങ്ങൾ വന്നില്ലേ, അതിങ്ങനെ വരാൻ തുടങ്ങും. അത്ഭുതകരമായ മനുഷ്യന് മാത്രമുള്ള ഒരു സിദ്ധിയാണ്. ഒരു പൂച്ചയും മറ്റൊരു പൂച്ചയുടെ മീൻ എന്ന് പറഞ്ഞാൽ മറ്റേ പൂച്ചയുടെ നാവിൽ മീനിൻ്റെ ചൊവ്വ വരില്ല, ടേസ്റ്റ് വരില്ല. അതിനകത്ത് ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അത് മണം പിടിച്ച് തിന്നുമ്പോൾ മാത്രമേ സ്വാദ് കിട്ടുക. എന്നാൽ മനുഷ്യന് നിലാവ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു നിലാവ് മനസ്സിൽ ഉദിക്കാൻ തുടങ്ങും. പുഴ എന്ന് പറയുമ്പോൾ തന്നെ 2 അക്ഷരം കൊണ്ട് സൃഷ്ടിക്കുന്നൊരു വാക്കിൽ പെട്ടെന്നൊരു പുഴ ഒഴുകാൻ തുടങ്ങും. അങ്ങനെ സന്തോഷകരവും സന്താപകരവുമായിട്ടുള്ള ഒട്ടനവധി വാക്കുകൾ, വ്യത്യസ്തങ്ങളായ വികാരങ്ങൾ എല്ലാം ശ്രവണ മാത്രയിലും ദർശന മാത്രയിൽ കാണാൻ പറ്റും. പക്ഷേ അതറിയണമെങ്കിൽ അത് വായിക്കണം. ഒരു എഴുത്തുകാരൻ തൻ്റെ പുസ്തകത്തിൽ കോറി വരയ്ക്കുന്നുകൊണ്ടിരുന്നാൽ അവൻ എഴുതുന്നത് കഥയാണോ കവിതയാണോ അല്ലെങ്കിൽ ആത്മഹത്യാക്കുറിപ്പാണോ അല്ലെങ്കിൽ അന്നത്തെ ദിനസരി കണക്കെടുക്കുകയാണ് നമുക്കറിയാൻ സാധിക്കുകയില്ല. അത് മറ്റെല്ലാ കലകളിൽ നിന്നും അങ്ങനെ എഴുത്ത് വ്യത്യസ്തമാകുന്ന അവിടെയാണ്. ആ പ്രക്രിയ നോക്കി നിന്നാൽ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കടക്കാനേ സാധിക്കില്ല. അയാൾ എന്താണ് ചെയ്യുന്നതെന്ന്
അറിയാനും അദ്ദേഹത്തിൻ്റെ മനസ്സിലെ അല്ലെങ്കിൽ അവരുടെ മനസ്സിലെ ആന്തരികമായിട്ടുള്ള വികാര വിക്ഷോഭങ്ങളെ അല്ലെങ്കിൽ അനുഭൂതികളെ അനുഭവങ്ങളെ എല്ലാം അദ്ദേഹം തൻ്റെ മാതൃഭാഷയിലേക്ക് എൻകോഡ് ചെയ്ത് വെച്ച് ചില പ്രത്യേക ലിപികളിലേക്ക് കോഡ് ചെയ്ത് വെക്കുകയാണ്. അത്ഭുതകരമായ കാര്യമാണ്. നമ്മൾ ഈ AI എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുമെങ്കിൽ അതിനേക്കാളൊക്കെ എത്രയോ അതിഗംഭീരമായ കാര്യമാണ് നമ്മൾ സ്വായത്തമാക്കിയ ചില വളക്കലും പുളക്കലുമുള്ള ചില അക്ഷരങ്ങളിൽ നമ്മുടെ അനുഭൂതിയെ കോഡ് ചെയ്ത് വയ്ക്കുക എന്നുള്ളത്. അത് പിന്നെ മറ്റൊരാൾ വായിക്കുമ്പോൾ അതേ അനുഭൂതി വീണ്ടും അവിടെ പുനഃസൃഷ്ടമാവുകയാണ്, ഡീകോഡ് ചെയ്യപ്പെടുകയാണ്. അദ്ദേഹം എന്താണോ മനസ്സിൽ കണ്ടത് അത്രയും ഗഹനമായും തീവ്രമായും ദീപ്തമായും ഒരു പക്ഷെ അതിനേക്കാൾ അനുഭൂതി സാന്ദ്രമായും അതേ ലിപികളിൽ നിന്ന് നമുക്ക് പുതിയതൊന്ന് കിട്ടുകയാണ്. അപ്പോൾ സപ്തവർണ്ണി എന്ന് പറയുന്ന ഒരു പേര് കേൾക്കുമ്പോൾ സപ്തവർണ്ണി എന്നുള്ള പേരെന്താണ്? അതൊരു പുഴയുടെ പേരാണോ അല്ലെങ്കിൽ അതെന്താണ് എന്ന് സാധാരണഗതിയിൽ പുതിയ തലമുറയ്ക്ക് അതറിയും. എന്നെപ്പോലെ മലയാള എംഎക്കാർക്ക് മാത്രമേ അത് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. സപ്തവർണ്ണി എന്ന് വെച്ചാൽ 7 പർണം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം. പർണശാല എന്ന് വെച്ചാൽ ഇല കൊണ്ടുണ്ടാക്കിയ കുടിലാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. അവർണ എന്ന് വെച്ചാൽ സരസ്വതിയുടെ പര്യായമാണ് എന്നറിയാം. പർണം എന്ന് വെച്ചാൽ ഇല എന്നാണ് അർത്ഥം. സപ്തപർണി എന്ന് വെച്ചാൽ 7 ഇല, 7 ഇലയുള്ള എന്തോ ഒന്ന്. അത് മലയാളത്തിൽ ഏഴിലം പാല അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഏഴിലം പാലയുടെ സാംസ്കൃതിക് നെയിമാണ്, സംസ്കൃത നാമമാണ് സപ്തപർണി. അപ്പോൾ ഈ ഏഴിലം പാല എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ പാല കണ്ടിട്ടുള്ളവർ പാലപൂത്ത പരിമളമെത്തി പാതിരാവിനെ പുൽകുമ്പോൾ എന്നൊക്കെ സുഗതവുമായി ടീച്ചർ അല്ല, അത് നമ്മുടെ ചെങ്ങമ്പുഴയുടെയാണ്. ചെങ്ങമ്പുഴ തൻ്റെ കുടീരത്തിൽ അല്ലേ, മരണകുടീരത്തിൽ എഴുതി വയ്ക്കുവാൻ വേണ്ടി നേരത്തെ എഴുതി വെച്ചിരുന്ന വരികളിലൊന്നാണ് അത്. അതിനുവേണ്ടി എഴുതിയതല്ല, പക്ഷേ മന്ദമന്ദം പൊടിപ്പതായി കേൾക്കാം സ്പന്ദനങ്ങൾ ഈ കല്ലറയ്ക്കുള്ളിൽ എന്നൊക്കെ ചെങ്ങമ്പുഴ എഴുതി വെച്ച് ചെങ്ങമ്പുഴയുടെ കല്ലറയിലെ എടപ്പള്ളി പോയാൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ പാല എന്ന് പറയുമ്പോൾ, പാലയുടെ സുഗന്ധം എന്ന് പറയുമ്പോൾ, ഏഴിലം പാല എന്ന് പറയുമ്പോൾ അത് വെറുതെ ഒരു ചെടിയായിട്ടോ വൃക്ഷമായിട്ടോ മാത്രമല്ല, അതിൽ അതീന്ദ്രിയം എന്ന് പറയാവുന്ന, അലൗകികം എന്ന് പറയാവുന്ന, ഈ ഭൂമിയുടേതല്ലാത്ത എന്ന് പറയാവുന്ന മറ്റു ചില അംശങ്ങൾ കൂടി അതിനകത്തുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് ഒരുപക്ഷെ യക്ഷിയുടെ സാന്നിധ്യമായിട്ടോ ഗന്ധർവൻ്റെ സാന്നിധ്യമായിട്ടോ ഒക്കെ അവിടെ ഉണ്ടായിട്ടടിക്കാം. ആ പേര് കേൾക്കുന്ന മാത്രയിൽ സപ്തവർണ്ണി എന്ന് പറഞ്ഞാൽ ഏഴിലം പാലയാണ് എന്ന് കേൾക്കുന്ന മാത്രയിൽ പുസ്തകം വായിക്കാതെ തന്നെ ഒരു അനുഭവ പരിസരത്തെ ഉണർത്തിയെടുക്കുവാൻ ആ വാക്കിന് കഴിയും. അത് വാക്കിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് കൂടുതൽ പോകുമ്പോഴാണ് ഉണ്ടാവുക. പക്ഷെ അങ്ങനെ പേരുകൊണ്ട് അതങ്ങനെ ധ്വനിപ്പിക്കണമെന്ന് നിയമമൊന്നുമില്ല. അതുകൊണ്ട് അത് വായിക്കുമ്പോൾ പക്ഷേ ദേവൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ രാത്രി കാലങ്ങളിൽ സന്ദർശിക്കാൻ എത്തുന്ന അതിസുന്ദരിയായിട്ടുള്ളൊരു യക്ഷിയുടെ കഥയാണ് അതെന്ന്